നമസ്കാരം. പ്രകാശ് ജാവദേക്കറുമായി ചർച്ച നടത്തി വിവാദ ചുഴിയിലകപ്പെട്ട EP ജയരാജന് സംരക്ഷണ കവചമൊരുക്കി CPM. LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റില്ല. നന്ദകുമാറുമായുള്ള ബന്ധം അവസാനിപ്പിച്ചതായി EP അറിയിച്ചിട്ടുണ്ടെന്നും തെരഞ്ഞെടുപ്പ് ദിവസം പ്രതികരിച്ചതിൽ തെറ്റില്ലെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. EPക്കെതിരെ നടപടിയെടുക്കാനുള്ള ധൈര്യം CPMനില്ലെന്നും നാവിൻ തുമ്പിലെ ബോംബിനെ പേടിക്കുന്നുവെന്നും VD സതീശൻ പറഞ്ഞു. തൃശൂരിൽ ഡീലുണ്ടെന്ന് ഇതോടെ ഉറപ്പായെന്ന് K മുരളീധരനും പ്രതികരിച്ചു. ഇന്ന് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നു. പാർട്ടിയുടെ പരിചയോ? ജയരാജനെ CPM സംരക്ഷിക്കുന്നത് എന്തിന്? ഡീലുകൾ പാർട്ടിക്ക് വേണ്ടിയോ? ബോംബ് പൊട്ടിക്കും എന്ന് പേടിച്ചോ? ഈ ചർച്ചയിൽ ശ്രീ TG നന്ദകുമാറിനെ പ്രതീക്ഷിക്കുന്നു. ശ്രീ റെജി ലൂക്കോസ്, ശ്രീ N ശ്രീകുമാർ, ശ്രീ ഷാബു പ്രസാദ്, ശ്രീ N പിച്ചക്കുട്ടി എന്നിവർ. ചർച്ച ആരംഭിക്കുമ്പോൾ ശ്രീ TG നന്ദകുമാറാണ് നമ്മോടൊപ്പം ആദ്യമുള്ളത്. ശ്രീ നന്ദകുമാർ, CPMന്റെ സെക്രട്ടേറിയറ്റിൽ ഇനി താങ്കളുമായി ഒരു ബന്ധവും ഉണ്ടാകില്ല എന്ന് EP ജയരാജൻ ഉറപ്പ് കൊടുത്തു കഴിഞ്ഞു. അങ്ങനെയാണ് അദ്ദേഹം കൺവീനർ സ്ഥാനം രക്ഷിച്ചത്. ശിവനോട് പാപി ചേർന്നാൽ ശിവനും പാപിയായിടും എന്നാണ് മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് ദിവസം പറഞ്ഞത്. അപ്പോൾ ഈ പാപബന്ധം വിച്ഛേദിച്ച് ജയരാജൻ പാപമുക്തനായി എന്ന് കരുതാമോ? അതായത് ജയരാജനോട് പാർട്ടി നിർദ്ദേശം നൽകി ഞാനുമായി കൂട്ടുകൂടരുത്, ഞാനുമായി അദ്ദേഹം ഒരു സൗഹാർദ്ദവും കുറച്ചു കാലമായിട്ട് പുലർത്തുന്നില്ല. പിന്നെ ഇനി അതിനകത്ത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമുണ്ടോ? ഈ ജാവദേക്കർ, ജയരാജൻ, ഞാനും ചേർന്ന മീറ്റിംഗിന് ശേഷം ഞങ്ങൾ ഒരു തവണയൊക്കെയാണ് മോഹൻലാൽ കണ്ടിട്ടുള്ളൂ, യാദർച്ഛികമായി 1 2 തവണ. അതിനുശേഷം ഞങ്ങൾ തമ്മിൽ കൂടിക്കാഴ്ചയില്ല, അധികം ഫോൺ കോളും ഇല്ല. സുധാകരൻ കയറി ജയരാജനാണ് BJPയിലേക്ക് പോവാൻ ശ്രമിച്ചത്, ഞാനല്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തെ വിളിച്ചു. ഇത് അസംബന്ധമാണ് പറയുന്നത്, ശോഭയും സുധാകരനും ചേർന്ന് നടത്തുന്ന നാടകമാണ്. നമ്മൾ നടന്ന കാര്യം പറയണം, പറഞ്ഞില്ലെങ്കിൽ അബദ്ധത്തിലാവും. അദ്ദേഹത്തിന്റെ സമ്മതത്തോടു കൂടിയാണ് ജാവേദക്കർ, ജയരാജൻ, ഞാനും ചേർന്നുള്ള കൂടിക്കാഴ്ച ഞാൻ പുറത്തു പറഞ്ഞത്. അല്ല, അതെന്താണ് ശ്രീ നന്ദകുമാർ താങ്കൾ പറഞ്ഞത്? ഇലക്ഷന്റെ തലേ ദിവസം EP ജയരാജൻ പറഞ്ഞത് തെരഞ്ഞെടുപ്പിന് അന്ന് രാവിലെ 7 മണിക്ക്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു തെരഞ്ഞെടുപ്പിൽ ഇതിനേക്കാൾ വലിയൊരു അബദ്ധം പറ്റാനില്ലല്ലോ. അപ്പോ ജയരാജനെ കൊണ്ടുപോയി കുടുക്കിലൊക്കെ ഇട്ടത് താങ്കളാണ്. അല്ലല്ല, ജയരാജനെ കുടുക്കി. സുധാകരൻ പറഞ്ഞത് ഇലക്ഷന്റെ തലേ ദിവസമല്ലേ? സുധാകരനെ പറയാൻ സുധാകരൻ ആരോപണം ഉന്നയിക്കല്ലേ? EP ജയരാജൻ അഡ്മിറ്റ് ചെയ്യല്ലേ, ഞാൻ സംസ്ഥാന പ്രഭാരിയെ പോയി കണ്ടൂന്ന്, എന്റെ വീട്ടിൽ വന്ന് കണ്ടൂന്ന്. ജയരാജൻ അല്ല, എന്താ തെറ്റ്? പ്രഭാരിയെ കണ്ടെന്നുള്ളല്ലേ ഉള്ളൂ. പ്രഭാരിയെ കണ്ടതിലെന്താ തെറ്റ്? പ്രഭാരിയെ കണ്ടിട്ട് ജയരാജൻ BJPയിലേക്കൊന്നും ചേരാൻ പോയിട്ടില്ലല്ലോ. LDF കൺവീനറും പ്രഭാരിയും തമ്മിൽ ചർച്ച നടത്തുന്നു. ചില ഡീൽ തെരഞ്ഞെടുപ്പിന് തൊട്ട് തലേന്നാണ് ചില ഡീലുകളുടെ കാര്യം താങ്കൾ പറയുന്നത്. തൃശ്ശൂരിനെ സംബന്ധിച്ച് ചർച്ചയുണ്ടായി, SNC ലാവ്ലിൻ കേസിനെ സംബന്ധിച്ച് ചർച്ചയുണ്ടായി. ഇതൊക്കെ താങ്കൾ ഇലക്ഷന്റെ തലേന്ന് പറയുന്നു, ഇത് അഡ്മിറ്റ് ചെയ്യുന്നു EP ജയരാജൻ പിറ്റേന്ന്. ഇലക്ഷനിൽ തോക്കാൻ ഇതിൽ കൂടുതൽ വേറെ കാരണം വേണോ? ആര് പറഞ്ഞു അതുകൊണ്ട് ഇലക്ഷനിൽ തോക്കൂന്ന്? ജൂൺ 4-ാം തീയതി അല്ലേ നിങ്ങൾക്കറിയുള്ളൂ. നിങ്ങൾക്കറിയില്ലല്ലോ ഇലക്ഷനിൽ തോക്കോ ജയിക്കോ എന്നുള്ളത്. ഇപ്പൊ നിങ്ങൾക്കൊരു വോട്ട്, എനിക്കൊരു വോട്ട്, നാട്ടുകാർക്കോ ഓരോ വോട്ട് വീതം. തോൽക്കാൻ ഒരു കാരണമായി നമുക്ക് കാത്തിരുന്ന് കാണാം. കാത്തിരുന്ന് കാണാം. അത് തന്നെ. അപ്പൊ ജൂൺ 4-ാം തീയതി താങ്കൾ തിരിച്ചു പറയരുത് ഇതുകൊണ്ട് തോറ്റെന്ന്. LDFന് കേരളത്തിൽ ഒരു പാർലമെന്ററി സീറ്റേ ഉള്ളൂ. അത് ഒന്നി കൂടുതൽ വന്നാലും LDFന് ലാഭമാണ്. ഒന്നി കുറയാണ്ടിരുന്നാ പോരെ, കുറയൂല. അല്ല, ഇവിടെ ഇപ്പോ ശ്രീ നന്ദകുമാർ ഉണ്ടായ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു തെരഞ്ഞെടുപ്പ് ദിവസം ഇതുപോലെ മുഖം നഷ്ടപ്പെട്ട് നിൽക്കേണ്ട സാഹചര്യം CPMന് ഉണ്ടായിട്ടും അവരതിനപ്പുറത്ത് നടപടിയൊന്നും എടുക്കുന്നില്ല. താങ്കളുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ചു എന്ന് പറയുന്നു അദ്ദേഹം സെക്രട്ടേറിയറ്റിൽ. അത് മുഖവിലക്കെടുത്ത് ആ പ്രശ്നം അവസാനിപ്പിക്കുകയാണ് CPM. അത്രയേ ചെയ്യുന്നുള്ളൂ. സാധാരണ നിലയിൽ LDFന്റെ കൺവീനർ BJPയുടെ സംസ്ഥാന ചുമതലക്കാരനുമായി ചർച്ച നടത്തി ഏതെങ്കിലുമൊക്കെ ഡീല് വർക്കൗട്ട് ചെയ്യാൻ ശ്രമിച്ചു എന്ന് താങ്കളുടെ വാക്കുകൾ മുഖവിലക്കെടുത്താൽ തന്നെ, അങ്ങനെ ഡീലിന് വേണ്ടി സംസാരിച്ചു എന്ന് അറിഞ്ഞാൽ തന്നെ വലിയ നടപടി ഉണ്ടാകേണ്ടതാണ്. അത് സ്ഫോടനാത്മകമായ ഒരു വെളിപ്പെടുത്തലാണ്. അപ്പോൾ സ്ഫോടനാത്മകമായ ഒരു വെളിപ്പെടുത്തൽ തെരഞ്ഞെടുപ്പിന്റെ തലേന്ന് നടത്തുക, അത് EP ജയരാജൻ അഡ്മിറ്റ് ചെയ്യുക, അതിനുശേഷവും CPM നടപടി എടുക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇനിയും കുറെ കാര്യങ്ങൾ പുറത്തു വരാനുണ്ടാകും. അതുകൊണ്ട് നടപടിയെടുക്കുന്നത് അത്ര സേഫ് ആയിരിക്കില്ല എന്നല്ലേ? ഞാനൊരു കാര്യം പറയട്ടെ. EP ജയരാജൻ ഇരിക്കുന്ന സ്ഥലത്തേക്കാണ് ഞാനും ജാവദേക്കറും ചെന്നത്. അല്ലാണ്ട് ജാവദേക്കറെ കാണാൻ EP ജയരാജൻ പോയതല്ല. ജാവദേക്കറെയും കൂട്ടി അദ്ദേഹത്തിന്റെ മകന്റെ ആക്കുളത്തെ ഫ്ലാറ്റിൽ ചെന്നു. ജാവദേക്കറുമായി അദ്ദേഹം സംസാരിച്ചു. ജാവദേക്കർ എന്താണ് ആവശ്യപ്പെട്ടത്? EP ജയരാജനോട് BJP ചേരാനാണോ? അല്ല. ഞാൻ വന്നത്, ഞങ്ങൾക്കൊരു ദൗത്യമുണ്ട്. തൃശ്ശൂർ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ സുരേഷ് ഗോപി എന്ന് പറഞ്ഞ ഞങ്ങളുടെ ഒരു കാൻഡിഡേറ്റ് ആണ്. അത് പ്രീമിയം കാൻഡിഡേറ്റ് ആണ്. അദ്ദേഹത്തെ ഒന്ന് ജയിപ്പിക്കാനുള്ള സഹായം വേണം. പറ്റൂലെന്നല്ലേ അദ്ദേഹം പറഞ്ഞുള്ളൂ, സഹായിക്കാന്ന് പറഞ്ഞില്ല. പകരം ജാവദേക്കർ വെച്ച ഓഫറാണ് 1 എടുത്താൽ 3. അതായത് SNC ലാവിനെ ഒഴിവാക്കാം, മറ്റു കേസുകളെ ഒഴിവാക്കാം. അതിന്റെ കൂടെ പുള്ളി പറഞ്ഞ് നിങ്ങളുടെ
റിസോർട്ടിനെതിരെ അന്വേഷണം ഉണ്ട്. അപ്പൊ EP മറുപടിയും പറഞ്ഞു, എന്റെ റിസോർട്ടിനെതിരെ അന്വേഷണം എനിക്ക് ഭയമില്ല, ഞാൻ അതിനകത്ത് ഡയറക്ടർ അല്ല, എന്റെ ഭാര്യ അവരുടെ റിട്ടയർമെന്റ് വരുമാനവും മകന്റെ പണവും ചേർത്താണ് നിശ്ചയിച്ചത്, അതിനകത്ത് 2 വിഷയങ്ങളെ അന്വേഷണ വിധേയമുള്ളൂ, അത് എന്നെ ബാധിക്കൂല. അപ്പൊ അതിനകത്ത് എന്താ തെറ്റ് നടന്നത്, എന്ത് ഡീല് നടന്നു? അല്ല, ഡീല് സംസാരിച്ചു. ഇത് മാത്രമല്ല ശ്രീ ടി. നന്ദകുമാർ, ഇത് നിങ്ങൾ രണ്ടുപേരും അഡ്മിറ്റ് ചെയ്ത കാര്യം. ശോഭാ സുരേന്ദ്രൻ ഉന്നയിച്ച അതിനേക്കാളും വലിയ ആരോപണങ്ങളുണ്ട്. ഡൽഹിയിൽ പോയി ഒരു ഹോട്ടലിൽ അവസാന നിമിഷം വരെ താങ്കളും EP ജയരാജനും ഉണ്ടായിരുന്നു. അവസാന നിമിഷം ഒരു ഫോൺ വരുന്നു, EP ജയരാജൻ പിന്മാറുന്നു. അതിനു മുൻപ് താങ്കൾ ശോഭാ സുരേന്ദ്രന്റെ സഹോദരിയുടെ മകന്റെ വീട്ടിൽ പോയിട്ട് അവരുടെ വാടക വീട്ടിൽ പോയിട്ടൊക്കെ ഡീല് സംസാരിക്കുന്നു. ഇതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഘട്ടം എന്നുള്ള നിലയിൽ താങ്കളും EP ജയരാജനും കൂടി ഡൽഹിക്ക് പോകുന്നു. ശോഭാ സുരേന്ദ്രന് ഡൽഹിക്ക് പോകാൻ ടിക്കറ്റ് എടുത്ത് കൊടുത്തത് താങ്കളാണ്. ഇതൊക്കെ അറിഞ്ഞിട്ട് പിന്നെ ഇത് അങ്ങനെയൊന്നും അല്ലാന്ന് പറയരുത്. അന്നൊരു മിനിറ്റ് പറഞ്ഞു കഴിഞ്ഞല്ല അല്ലേ, ഒന്ന് പറയണേ, ഇനി ശ്രദ്ധിച്ചു കേൾക്കണേ, ഇടയ്ക്ക് ഇടപെടുന്നത്. ശോഭാ സുരേന്ദ്രൻ പറയുന്നത് 100% കളവാണ്. ശോഭാ സുരേന്ദ്രൻ ഈ കാര്യത്തിൽ ഒരു ബന്ധവുമില്ല. ഞാൻ രാമനിലയത്തിൽ എത്തുന്ന ദിവസം ജാവ്ദേക്കറും ഞാനും രാമനിലയത്തിൽ എത്തി. ഏതോ വഴിക്ക് ശോഭാ സുരേന്ദ്രൻ ജാവ്ദേക്കർ രാമനിലയത്തിൽ ഉണ്ടെന്നും ഞാനും ഉണ്ടെന്ന് അറിഞ്ഞിട്ട് അവിടെ കയറി കൂടി പറ്റി ഒരു റൂമിലിരുന്ന് ഞാനും ജാവ്ദേക്കർക്ക് റൂം റിസപ്ഷനിൽ ചോദിക്കാനും വയ്യ. ശോഭാ സുരേന്ദ്രന് ഞങ്ങളെ കണ്ടെത്തുകയും വേണം. ശോഭാ സുരേന്ദ്രനില്ലേ മോഹൻലാൽ സിനിമയിൽ ശ്രീനിവാസനും മോഹൻലാൽ സാധനം കയ്യിലുള്ളതെന്ന് പോലെ ജാവ്ദേക്കർ ഉണ്ടോന്ന് ചോദിച്ചു റൂമിന്റെ ചുറ്റും നടക്കാൻ പറ്റൂല്ലോ. അന്ന് അവിടെ ഈ രാമനിലയത്തിന്റെ ലെഫ്റ്റ് സൈഡിൽ, റിസപ്ഷന്റെ ലെഫ്റ്റ് സൈഡ് റൂമിൽ EP ജയരാജനും K രാധാകൃഷ്ണൻ ഇന്നത്തെ മന്ത്രിയും ഉണ്ട്. റൈറ്റ് സൈഡിൽ ഗോവിന്ദൻ മാഷ് ഉണ്ട്. ഞങ്ങൾ അതിനടുത്തൊരു റൂമിൽ ഞാനും ജാവ്ദേക്കർ കൂടി ഇരുന്നു. ജാവ്ദേക്കർ വിഷയങ്ങൾ സംസാരിച്ചു. നമുക്ക് വിശദമായി സംസാരിക്കാന്ന് പിരിഞ്ഞല്ലാണ്ട് ശോഭാ സുരേന്ദ്രൻ ആ ഏരിയയിൽ എത്താനേ പറ്റിയിട്ടില്ല. 1. 2, ശോഭാ സുരേന്ദ്രൻ എന്നെ കൂടിക്കാഴ്ചയ്ക്ക് വിളിച്ചത് അവരുടെ വാടക വീട്ടിൽ തൃശ്ശൂര്. ഞാൻ ക്ലച്ച് പിടിക്കാണ്ട് നിൽക്കുകയാണ്. കുന്നുമ്മൽ സുരേന്ദ്രനും മുരളീധരനും VL സന്തോഷും കൂടി എന്നെ അകറ്റി നിർത്തുന്നു. എനിക്ക് എങ്ങനെയെങ്കിലും BJP സംസ്ഥാന പ്രസിഡന്റ് ആവണം, കുന്നുമ്മലിനെ മാറ്റി. അതിന് ഞാൻ പല പല ഗിമ്മിക്കുകൾ നടത്തുകയാണ്. അതിനൊരു ഗിമ്മിക്കാണ് PM1 ഒരു മെസ്സേജ് കിട്ടിയ കുഞ്ഞാലിക്കുട്ടിയെ പോയി കണ്ട്. ഞാൻ സക്സസ് ആയ ഇല്ല, എങ്ങനെ സക്സസ് ആവും? ഞാൻ കുഞ്ഞാലിക്കുട്ടിയെ BJP ചേർക്കാനാണ് ഞങ്ങൾ പോകുന്നത്. അതന്നല്ല, ഞങ്ങള് ചില മുസ്ലിങ്ങളെ ഞങ്ങളുടെ കൂടെ വരുത്തിയില്ല. മുസ്ലിങ്ങളെ വരുത്താൻ കുഞ്ഞാലിക്കുട്ടിയുടെ ആവശ്യമൊന്നും അല്ലാണ്ട് തന്നെ വരുമല്ലോ. നിങ്ങളുടെ കൂടെയുള്ള മുസ്ലിങ്ങളെ നിങ്ങൾ സംരക്ഷിക്കാനല്ല, പിന്നെയാണ് മുസ്ലിങ്ങൾ നിങ്ങളുടെ കൂടെ ചേരണം. അങ്ങനെ അതിനുശേഷം ശോഭാ സുരേന്ദ്രൻ എന്നോട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എന്നെ വിളിക്കാറുണ്ട്. പെട്ടെന്ന് വിളിച്ചിട്ട് പറഞ്ഞ് എനിക്ക് ഡൽഹി പോകണം. അത് ഇന്ത്യൻ ഓയിലിന്റെ ഡയറക്ടർ എന്ന നിലയ്ക്ക് ചെന്നൈയിലെ മീറ്റിങ്ങിന് പങ്കെടുത്തിട്ട് പോകാൻ എനിക്ക് ചെന്നൈ ഡൽഹി ഒരു ടിക്കറ്റ് തന്നെ തന്നു, കൊടുത്തു. അല്ല, അതെന്തിനാണ് ഇപ്പോ ശോഭാ സുരേന്ദ്രന് ഡൽഹിക്ക് പോകണമെങ്കിൽ അവർക്ക് സ്വന്തമായിട്ട് ടിക്കറ്റ് എടുത്ത് വെക്കൂടെ? അല്ലെങ്കിൽ അവരുടെ പാർട്ടി ടിക്കറ്റ് എടുത്ത് കൊടുത്താൽ പോരെ? താങ്കൾ എന്തിനാണ് ശോഭാ സുരേന്ദ്രൻ ടിക്കറ്റ് എടുത്ത് കൊടുക്കുന്നത്? ഒരു മിനിറ്റ് സഹോദരൻ, ഒന്ന് പറയാൻ സമ്മതിക്കുക. പറഞ്ഞാലല്ലേ താങ്കൾ ഇടയ്ക്ക് കയറി പറഞ്ഞതെല്ലാം മുറിഞ്ഞു പോകും, സംഘട്ടമായി പോകും. ശരി. ശോഭാ സുരേന്ദ്രൻ പറഞ്ഞ് എനിക്ക് താങ്കൾ ഒരു ടിക്കറ്റ് തരണമെങ്കിൽ TA-യും ടിക്കറ്റ് കാശും എനിക്ക് ഇന്ത്യൻ ഓയിലിൽ നിന്ന് കിട്ടും. അങ്ങനെ ഞാനൊരു ടിക്കറ്റ് എടുത്തു. ഒരിക്കലും മാത്രമൊന്നുമില്ല, ശോഭാ സുരേന്ദ്രൻ എടുത്തു കൊടുത്ത മൊത്തം ടിക്കറ്റിന്റെ കോപ്പി താങ്കളുടെ മൊബൈലിലേക്ക് 2-3 തവണ എടുപ്പിച്ചിട്ടുണ്ട് ശോഭാ സുരേന്ദ്രൻ എന്നെ കൊണ്ട്. എല്ലാം തരാം. അതെന്താ ശോഭാ സുരേന്ദ്രൻ പറയാത്തത്? ഔദാര്യം പറ്റിയിട്ട് പിന്നെ ആ ഔദാര്യം കിട്ടിയ ആളെ വഴിയോരത്തേക്ക് തള്ളിവിടരുത്. അതാണ് ശോഭാ സുരേന്ദ്രന്റെ ക്വാളിറ്റി കുറവ്. ശോഭാ സുരേന്ദ്രൻ ഇതിനെല്ലാം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാൻ പോണെയാണ്. ഞാൻ വെല്ലുവിളിയോ വാഗ്വാദമൊന്നും നടത്തുകയല്ല. ശോഭാ സുരേന്ദ്രൻ EP ജയരാജൻ BJP ചേരാൻ വന്നു, കണ്ടു, ബന്ധപ്പെട്ടു എന്ന് പറഞ്ഞത് കളവാണെന്ന് വലിയ താമസിയാതെ പുറം അറിയും. ശോഭാ സുരേന്ദ്രൻ ഒറ്റപ്പെട്ട് ചിലപ്പോൾ BJP എന്ന് വരെ ശോഭാ സുരേന്ദ്രൻ പുറത്തേക്ക് പോകും. കാരണം BJP ശോഭാ സുരേന്ദ്രൻ വെള്ളത്തിലാക്കി വെക്കണം. ഒരു അവകാശവാദവും ഈ മീറ്റിങ്ങിന് ശോഭാ സുരേന്ദ്രൻ ഉന്നയിക്കാൻ പാടില്ല. കാരണം ശോഭാ സുരേന്ദ്രൻ ബന്ധമുണ്ടെങ്കിലല്ലേ ഉള്ളൂ. ഒരു അവകാശവാദം തെളിയിക്കാൻ ശോഭാ സുരേന്ദ്രനെ വെല്ലുവിളിക്കണം. നിങ്ങൾ അറേഞ്ച് ചെയ്യ്, ഞാൻ വരാം ഏത് വേദിയിലും. എന്റെ ഒപ്പം ശോഭാ സുരേന്ദ്രൻ ഇരുന്നിട്ട് പറയട്ടെ, മുഖത്തോട് മുഖം നോക്കി. ശരി. അല്ല, ഇപ്പൊ ശ്രീ നന്ദകുമാർ, ഇപ്പൊ താങ്കൾ അവർക്ക് ടിക്കറ്റ് എടുത്തു കൊടുത്തു. അപ്പൊ ആ ഡേറ്റിൽ അവര് ഡൽഹിയിലുണ്ട്. ആ ദിവസം EP ജയരാജൻ ഡൽഹിയിലുണ്ട്. EP ജയരാജൻ പറയുന്നത് ഞാൻ കഴിഞ്ഞ 2 കൊല്ലത്തിനിടയ്ക്ക് ഡൽഹിക്ക് പോയിട്ടില്ല, ആകെ മുഖ്യമന്ത്രി നടത്തുന്ന സമരത്തിൽ പങ്കെടുക്കാൻ പോയെന്നാണ്. അപ്പൊ താങ്കളും EP ജയരാജനും ഒരുമിച്ച് ഡൽഹിയിൽ ഉണ്ടായിരുന്നോ ശോഭാ സുരേന്ദ്രൻ പറയുന്ന ഹോട്ടലിൽ? പറയുന്ന കേക്ക്, ശോഭാ സുരേന്ദ്രന് ടിക്കറ്റ് എടുത്തു കൊടുത്ത ഡേറ്റും ടിക്കറ്റിന്റെ കോപ്പി മേടിച്ചിട്ട് നിങ്ങൾ നോക്കുക. ആ ദിവസം EP ജയരാജൻ ഉണ്ടെന്ന് നിങ്ങൾ പ്രൂവ് ചെയ്താൽ നിങ്ങൾ പറയണ പോലെ സറണ്ടർ ചെയ്യാം. വെറുതെ വർത്താനം പറയരുത്. ശോഭാ സുരേന്ദ്രന്റെ വർത്താനം കേട്ട്. അല്ല, ഞാൻ ചോദിക്കുകയാണ്, അവരങ്ങനെ പറഞ്ഞു. 2 പത്രങ്ങൾക്ക് കൊടുത്ത അഭിമുഖത്തിൽ പറഞ്ഞു. എനിക്കറിയില്ല, എനിക്കിപ്പോ ഈ എല്ലാ ആളുകളുടെയും ട്രാവൽ ഡോക്യുമെന്റ് വെരിഫൈ ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. ഉണ്ടോ ഇല്ലയോ അവര് പറഞ്ഞു വളരെ ആധികാരികമായി. ഉണ്ടോ ഇല്ലയോ എന്ന് ഞാൻ അങ്ങയോട് ചോദിക്കുകയാണ്. അതാ ഞാൻ ചോദിച്ചത്.
ശോഭാ സുരേന്ദ്രന്റെ വാർത്ത പ്രസിദ്ധീകരിച്ച പത്രങ്ങൾക്കൊക്കെ വലിയ നഷ്ടങ്ങൾ വരാൻ വേണം. കാരണം ശോഭാ സുരേന്ദ്രൻ കാണിച്ചത് തട്ടിപ്പാണെന്ന് ഇപ്പൊ തെളിയും. വെറും തട്ടിപ്പ്, ഗിമ്മിക്ക്, ഒരു ക്വാളിറ്റി ഇല്ല ലേഡിക്ക്. ഒരു സ്ത്രീക്ക് എന്താ പരിപാവനമായ ക്വാളിറ്റി പോലും അവർക്കില്ല. എന്നെ പോലും അവരുടെ സംരക്ഷക ഭർത്താവിന്റെ ഭാര്യ പ്രസന്നയുടെ പേരിൽ പവർ ഓഫ് അറ്റോർണി മേടിച്ച് സംരക്ഷക ഭർത്താവ് മോഹൻദാസ് അവർക്ക് കൊടുത്ത ഭൂമി 8 സെന്റ് അല്ല 50 സെന്റ് അവരുടെ കുടുംബം വകയല്ല, അതെനിക്ക് വിൽക്കാം. അപ്പൊ അതൊക്കെ വേറെ കാര്യം. എന്ന് മാത്രമല്ല, അങ്ങനെ ഇപ്പോ മറ്റു തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചാൽ ഒന്നാമത് അവർ ചർച്ചയിലില്ല, അത് സ്ലാൻഡർ ആവും, അത് ഡിഫമേറ്ററി ആവും. അത് വേണ്ട. നമുക്കിപ്പോ ഈ യാത്രയുമായി ബന്ധപ്പെട്ട് ഇപ്പോ അവർ ആരോപിക്കുന്ന കാര്യം ഇ പി ജയരാജനും താങ്കളും കൂടി അവിടുത്തെ ഡൽഹി ലളിത് ഹോട്ടലിൽ പോയി അമിത്ഷായെ വെയിറ്റ് ചെയ്യായിരുന്നു. അവസാന നിമിഷം ഒരു ഫോൺ കോൾ വന്നു, ഇ പി ജയരാജൻ പിന്മാറി. ആ പിന്മാറാനുള്ള കാരണം വിശദീകരിക്കാനാണ് പിന്നീട് രാമനിലയത്തിൽ കണ്ടതെന്നാണ്. നമുക്ക് ഈ സ്റ്റോറി ലൈൻ ബാക്കി നമുക്ക് പിന്നെ പറയാം. ഈ സ്റ്റോറി ലൈൻ തന്നെ പറയണം. അവര് ഡൽഹി പോയി, അവരെന്നോട് പറഞ്ഞു വരണമെന്ന് പറഞ്ഞു. ഒരു പ്രൈം മിനിസ്റ്ററുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി നിയോഗിച്ച ഒരാള് എന്നെ അവരെയും കാണാൻ വന്നു. എന്നോട് ചോദിച്ചു എന്താണ് സ്റ്റാൻഡ്. ഞാൻ പറഞ്ഞു നിങ്ങളാരാണ്, നിങ്ങളാര് ചുമതലപ്പെടുത്തി, നിങ്ങൾക്ക് എന്താ ഓതന്റിറ്റി എന്ന് ചോദിച്ചു. ഓതന്റിറ്റി പ്രൂവ് ചെയ്യാൻ വന്ന ആൾക്ക് കഴിയാതെ ഞാൻ എണീച്ച് പോരുക ചെയ്തേ. പറഞ്ഞു മേലിൽ ഇത്തരം പരിപാടിക്ക് എന്നെ വിളിക്കരുത് ശോഭാ സുരേന്ദ്രൻ. നിങ്ങൾ ഡൽഹിയിൽ ഒരുപാട് തട്ടിപ്പുകാരെ തിരിച്ചറിഞ്ഞിട്ടില്ല. BJP-യുടെ ഭരണകാലത്തും പിന്നാമ്പുറങ്ങളിലെ തട്ടിപ്പുകാരുണ്ട്. ഞാൻ 84 തൊട്ട് കാണാൻ തുടങ്ങിയ ഡൽഹി, നിങ്ങൾ എന്നെ ഡൽഹി പഠിപ്പിക്കരുതെന്ന് പറഞ്ഞ് വളരെ പരുഷമായി പറഞ്ഞു പിരിഞ്ഞിട്ട് പിന്നെ അവരും ഞാനും തമ്മിലുള്ള കോണ്ടാക്ട് മുറിഞ്ഞ് ഒരു ബന്ധവുമില്ല. വെറുതെ അസംബന്ധം ആ ലേഡി പറഞ്ഞു പുലർത്തുക എന്നുള്ളത് നിങ്ങൾ അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾ തന്നെ ഒരു ചർച്ചയ്ക്ക് തന്നെ വീണ്ടും വിളിക്കേണ്ടി വരും അവരുടെ അസംബന്ധത്തിന് മറുപടി പറയാൻ. തെളിഞ്ഞിരിക്കും അത് ദിവസങ്ങൾക്കുള്ളിൽ. കാരണം സാക്ഷാൽ ജാവദേക്കർ പറയുമല്ലോ ഈ ശോഭ സുരേന്ദ്രൻ എന്ന് ചോദിച്ച ഈ ഡീലിലെന്ന് പറയാണ്ട് വരൂപ്പ താമസിയാതെ. താങ്കൾ പോട്ടെ, ഇതൊക്കെ കഴിഞ്ഞല്ലോ. ഇപ്പൊ എന്തായാലും താങ്കൾക്ക് ഇ പി ജയരാജനോട് ഒരു കഷ്ടം തോന്നുന്നുണ്ടോ, ഒരു സഹതാപം തോന്നുന്നുണ്ടോ? പോയി ഈ വള്ളിയൊക്കെ പിടിച്ചല്ലോ എന്നോർത്ത്. ഞാനെന്തിനാ വള്ളി പിടിച്ചതിന് സഹതാപിക്കണം? അങ്ങേരല്ലേ വള്ളി എന്നെ കൊണ്ട് പിടിപ്പിച്ചത്. ഞാൻ അദ്ദേഹത്തെ വിളിച്ചു ചോദിച്ചിട്ടല്ലേ പത്രസമ്മേളനം നടത്തി കഥ പറഞ്ഞത്, അങ്ങേരുടെ കൺകറൻസോടുകൂടി. പിന്നെ ഞാൻ എങ്ങനെ വള്ളി പിടിപ്പിക്കണം അങ്ങേരെ? അപ്പോ താങ്കൾക്ക് ഒരു കോമൺ സെൻസ് ഉണ്ടാവുമല്ലോ. ഇലക്ഷന്റെ തലേന്ന് ഇങ്ങനെ ഒരു ബോംബ് പൊട്ടിച്ചാൽ LDF കൺവീനറാണ് ഇ പി ജയരാജൻ, ഈ പ്രഭാരിയുമായി ചർച്ച നടത്തി ഡീല് സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അത് ഉണ്ടാക്കാവുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് ഇനിയിപ്പോ ഇ പി ജയരാജൻ അറിയില്ലെങ്കിൽ താങ്കൾക്ക് അറിയില്ലേ? താങ്കൾ പറഞ്ഞല്ലോ 84 മുതൽ ഡൽഹി കാണാൻ തുടങ്ങിയതാണ്. ഉപദേശിക്കണം. ഇ പി ജയരാജൻ കേരളത്തിലെ LDF-ന്റെ കൺവീനറാണ്. ഞാൻ എന്തിനെങ്കിലും കൺവീനറാണ്. ഞാൻ ഇ പിയെ വിളിച്ചു ചോദിച്ചു എന്താണ് സുധാകരൻ നിങ്ങളെ കുറിച്ച് അസംബന്ധം പറയുന്നു, ഇത് ശോഭാ സുരേന്ദ്രൻ നാടകമാണ്, ഇത് തിരുത്തേണ്ട ആവശ്യമാണ്. ഞാൻ മറുപടി പറയട്ടെ. ജാവദേക്കർ മീറ്റിംഗ് ആണ്, മറുപടി പറഞ്ഞോളാൻ പറഞ്ഞു. അപ്പൊ ഇ പി ജയരാജൻ പറഞ്ഞനുസരിച്ചിട്ടാണ് താങ്കൾ ഇലക്ഷന്റെ തലേന്ന് ഉച്ചയ്ക്ക് മാധ്യമങ്ങളെ കണ്ടത്. ഞാൻ അങ്ങോട്ട് വിളിച്ചു ചോദിച്ചു പറഞ്ഞോട്ടെ. പിന്നെ എന്നോട് പറയരുത് ഇത് ഏത് നന്ദകുമാർ, ഏത് ദല്ലാള്, എന്ത് ദല്ലാള്, എവിടത്തെ ദല്ലാള്, ഇങ്ങനെ ഒരാളുണ്ടാന്ന് ചോദിക്കരുത്. അങ്ങനെ ചോദിച്ചാൽ പിന്നെ കൂടുതൽ പറയേണ്ടി വരും. അല്ല ജയരാജൻ പറയരുതെന്ന് പറഞ്ഞു ഞാൻ. ജയരാജൻ അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. കാരണം അദ്ദേഹം താങ്കൾക്കെതിരെ കേസ് കൊടുക്കുമെന്ന് ചോദിച്ചേ, കേസൊന്നും കൊടുക്കില്ല എന്ന് പറഞ്ഞു. എന്ന് മാത്രമല്ല, എനിക്ക് ബന്ധമുണ്ടായിരുന്നു, ഞാൻ ആ ബന്ധം ഇപ്പൊ വേർപ്പെടുത്തി എന്നല്ലേ പറഞ്ഞത്. അപ്പൊ പിന്നെ ഇനി ബന്ധമില്ല എന്ന് പറയില്ലായിരിക്കും. അല്ലെങ്കിൽ ബന്ധമില്ല സഹോദര, അദ്ദേഹമായിട്ട് ഞാനൊരു കുറച്ച് നാളായിട്ട് സംസാരിക്കാറ് പോലും ഇല്ല. പിന്നെ എങ്ങനെ ബന്ധം വന്നത്? അല്ല, അപ്പൊ താങ്കളുടെ വീട്ടിൽ പലവട്ടം വന്നിട്ടുണ്ട്, അതിന്റെ വിഷ്വൽസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. താങ്കളുടെ വീട്ടിൽ വന്നിട്ടുണ്ട് ഇല്ലേ? ആരടാ? താങ്കളൊരു കാര്യം, വെണ്ണലയിൽ വന്നിട്ടില്ലേ? ഒരു മിനിറ്റ്. വെണ്ണലയിൽ എന്റെ ക്ഷേത്രത്തിലെ ഉത്സവ സമയത്ത് വന്നല്ലേ കേക്ക്. താങ്കളെയും കൂടി കൂട്ടി ഇ പി ജയരാജനെയും കൂട്ടി വിടാം. അവരെ വഴി കിടന്ന് എന്റെ വീട് തപ്പും. കാരണം വീട് അറിയാമെങ്കിൽ നേരിട്ട് വീട്ടിലേക്ക് വരാമല്ലോ. ഒരു ഉദാഹരണം. രണ്ടാമത്തെ ഒരു കാര്യം പറയാൻ ശ്രദ്ധിച്ചു കേൾക്ക്. ഇ പി ജയരാജൻ പോലീസ് സംരക്ഷണമുള്ള ആളാണ്, കൂടെ ഗൺമാൻ ഉണ്ടാവും. നോർമലി ഇ പി ജയരാജൻ എന്റെ വീട്ടിൽ വന്നാൽ എന്റെ ലോക്കൽ പോലീസ് സ്റ്റേഷൻ അറിയും, പാലാരിവട്ടം. അങ്ങനെ ഇന്ന് രഹസ്യമായി തലേ തുണിയിട്ടൊന്നും ഇ പി ജയരാജന് വരാൻ പറ്റൂല. ഇ പി ജയരാജനോ പിണറായി വിജയനൊന്നും മന്ത്രി അല്ലെങ്കിലും മുഖ്യമന്ത്രി അല്ലെങ്കിലും ഒക്കെ യാത്ര ചെയ്യണമെങ്കിൽ ഒരുപാട് പരിമിതിയുണ്ട്. വെറുതെ വീട് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടാ. ശോഭാ സുരേന്ദ്രൻ പറഞ്ഞ കേട്ട് നിങ്ങളിങ്ങനെ കയറി സംസാരിക്കല്ലേ. അല്ല, ഇത് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞ കേട്ടല്ല. എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ ജാഥ കാസർഗോഡ് നിന്ന് നടക്കുന്ന സമയത്ത് ഇ പി ജയരാജൻ മിസ്സാവുന്നു. അദ്ദേഹം സംശയാസ്പദമായ സാഹചര്യത്തിൽ എറണാകുളത്ത് കാണപ്പെടുന്നു. എടപ്പള്ളിയിൽ എന്തോ കല്യാണത്തിന് വന്ന വഴിക്ക് താങ്കളുടെ വീട്ടിൽ വന്നതാണെന്നൊക്കെയാണ് പിന്നെ പറഞ്ഞത്. എടപ്പള്ളിയിൽ അമൃത ഹോസ്പിറ്റലിൽ വന്ന വഴിക്ക്. ആയിക്കോട്ടെ, ശരിയാണ്. അമൃത ഹോസ്പിറ്റലിൽ വന്ന വഴിക്ക് അദ്ദേഹം വന്നത് MP മുരളീധരൻ എന്ന് പറഞ്ഞ് കോൺഗ്രസിൽ നിന്ന് CPM ചേർന്ന് അദ്ദേഹത്തിന്റെ ക്ഷണം പ്രമാണിച്ച് എന്റെ അമ്പലത്തിലാ വന്നത്.
ക്ഷേത്രത്തിൽ ഭക്ഷണം കഴിക്കാൻ. അതിപ്പോ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? നാട്ടുകാർ മുഴുവൻ ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്ത് അദ്ദേഹം വന്നാൽ എനിക്ക് തടയാൻ പറ്റുമോ? അല്ല, അതാണ് ഇപ്പൊ താങ്കള് ജാവദേക്കറേയും കൂടി കൂട്ടി ഇ പി ജയരാജന്റെ മോന്റെ വീട്ടിൽ പോകുന്നു. താങ്കളുടെ വെണ്ണലയിലെ സംവിധാനത്തിലേക്ക് ഇ പി ജയരാജൻ വരുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് ബന്ധമില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ജാവദേക്കർക്ക് മുമ്പാണ് വെണ്ണല സംവിധാനത്തിലേക്ക് ഇ പി ജയരാജൻ വന്നത്. ആയിക്കോട്ടെ ഇപ്പോ അതുകൊണ്ടാണല്ലോ പിണറായി വിജയൻ പറഞ്ഞത് മനുഷ്യനല്ലേ, കൂട്ടുകെട്ടിൽ ശ്രദ്ധിക്കാത്ത ആളാണ് ഇ പി ജയരാജൻ. LDF കൺവീനറെ കുറിച്ച് മുഖ്യമന്ത്രിക്ക് ഇലക്ഷന്റെ അന്ന് പറയേണ്ടി വരികയാണ്. കൂട്ടുകെട്ടിലൊന്നും ഒരു ശ്രദ്ധയില്ലാത്ത ആളാണ്. രാവിലെ ഉറക്കപ്പായെന്ന് എഴുന്നേറ്റാൽ ആദ്യം ആരെ വഞ്ചിക്കണം എന്ന് അന്വേഷിക്കുന്ന ആളുകളൊക്കെ ആയിട്ടാണ് അദ്ദേഹത്തിന്റെ കൂട്ടുകെട്ടെന്ന് ആരാ പറഞ്ഞത്? പിണറായി വിജയനാ. എന്നെ കുറിച്ചല്ല, ആരെ രാവിലെ കിടക്കപ്പായി എണീച്ച വഞ്ചിക്കാൻ എന്നുള്ളത് എന്നെ കുറിച്ചാണെന്ന് നിങ്ങൾ പറയണം. അത് ശോഭാ സുരേന്ദ്രനെ കുറിച്ചാണ് പറഞ്ഞത് അദ്ദേഹം, എന്നെ കുറിച്ചല്ല. ഞാൻ വെളുപ്പിന് 4 മണിക്ക് എണീക്കും. ശോഭാ സുരേന്ദ്രനുമായിട്ട് അങ്ങനെ കൂട്ടുകെട്ടില്ലല്ലോ. അല്ല പറയണ കേക്ക്, ഞാൻ വെളുപ്പിന് 4 മണിക്ക് എണീക്കും. അങ്ങേര് പറഞ്ഞ ഒരു 10 മണിക്കാണ് എണീക്കണത്. അതായിരിക്കും. അതൊന്നും എനിക്കറിയില്ല. എപ്പോഴായാലും ഉറക്കപ്പായെന്ന് എഴുന്നേറ്റാൽ ഉടനെ ഇന്നാരെ വഞ്ചിക്കണം എന്ന് നോക്കിയിരിക്കുന്ന ആളുകളുമായിട്ടാണ് ഇ പി ജയരാജന്റെ കമ്പനിയിൽ നിന്ന് പിണറായി വിജയനാണ് പറയുന്നത്. ഇ പി ജയരാജന്റെ സീനിയർ കോമ്രേഡ് ഇ പി ജയരാജനെ പിണറായി വിജയന്റെ അത്രയും എന്തായാലും താങ്കൾക്കും എനിക്കും അറിയില്ലല്ലോ. പിന്നെ അതുകൂടാണ്ട് അദ്ദേഹം വേറൊരു കാര്യവും പറഞ്ഞു, എന്നെ അറിയുന്നും കൂടി പറഞ്ഞു. ഒരു കാര്യമുണ്ട്, അത് ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട്. അതെ, ലാവ്ലിൻ കേസുമായിട്ട് അദ്ദേഹത്തെ കുഴപ്പത്തിൽ ചാടിച്ചെന്നുള്ളതല്ല. 2016 അദ്ദേഹം നവകേരളയായിട്ട് യാത്ര നടത്തുമ്പോൾ ലാവ്ലിൻ കേസ് വീണ്ടും അദ്ദേഹത്തെ മിഴുങ്ങാൻ വന്നപ്പോൾ അദ്ദേഹം എന്റെ സഹായം തേടിയ ആളാണ്. ഇല്ലെന്ന് അദ്ദേഹം പറയട്ടെ. എന്നെ അറിയില്ലെന്ന് പറയരുത്. അദ്ദേഹത്തിനും എന്നാ 2013 ലാവ്ലിൻ കേസിൽ നിന്ന് പിണറായി വിജയനെ ഡിസ്ചാർജ് ചെയ്തില്ലേ? പിന്നെ എന്തിനാ 2014 താങ്കളുടെ സഹായം തേടുന്നത്? എന്റെ ചെങ്ങാതി 2013 ഡിസ്ചാർജ് ചെയ്യുന്ന മുകളിൽ ഹൈക്കോടതിയിൽ അപ്പീൽ വന്ന് 2016 അപ്പീൽ കേൾക്കാൻ തീരുമാനിച്ച ഇലക്ഷന് മുമ്പ്. അതായത് സ്റ്റേറ്റ് ഗവൺമെന്റ് കൊണ്ട് ഒരു പെറ്റീഷൻ ഫയൽ ചെയ്ത് കേരള ഹൈക്കോടതിയിൽ അസഫ് അലി ഇമ്മീഡിയറ്റ് കേൾക്കണം. ഇലക്ഷൻ മുമ്പ് ഹിയറിംഗ് പോസ്റ്റ് ചെയ്ത് അത് ആ കേസ് അത് 2014 അത് 2015 അവസാനം 2016 തുടക്കത്തിൽ 16 ജനുവരി ഫെബ്രുവരിയിൽ ആ സമയത്ത് ഹൈക്കോടതിയിൽ വന്നു കേസ്. എനിക്ക് ഓർമ്മയുണ്ട്. നിങ്ങൾ വെറുതെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പറയല്ലേ സാർ, ന്യായമായ കാര്യങ്ങൾ പറ. അല്ല, എനിക്കിപ്പോ തെറ്റിദ്ധാരണയോ തെറ്റിദ്ധരിപ്പിക്കലോ ഇല്ല. പിണറായി വിജയൻ, താങ്കൾ പറയാണ് പിണറായി വിജയൻ താങ്കളുടെ സഹായം തേടുന്നത്. എനിക്കത് നിഷേധിക്കാൻ എന്റെ കയ്യിൽ വസ്തുതയൊന്നുമില്ല. അത് നിഷേധിക്കേണ്ടത് പിണറായി വിജയനല്ലേ. എനിക്കെങ്ങനെ പറയാൻ പറ്റും പിണറായി വിജയൻ ആരുടെയൊക്കെ സഹായം തേടിയെന്ന്? ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഇന്നലെ പോട്ടെ. ഇപ്പൊ ഓക്കെ, ഈ താങ്കളുടെ ഈ പോയിന്റ് ഞാൻ എടുത്തു. ശരിയാണ്. ഈ കഴിഞ്ഞ 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഒരു ഡെമോക്ലീസിന്റെ വാള് പോലെ ലാവ്ലിൻ കേസിലെ അപ്പീൽ കേരള ഹൈക്കോടതിയിൽ വന്നു. ഹൈക്കോടതിയിൽ വന്ന ഒരു അപ്പീലിൽ താങ്കൾക്ക് എന്താണ് ചെയ്യാൻ കഴിയുക? താങ്കളെ എന്തിനാണ് പിണറായി വിജയൻ ബന്ധപ്പെട്ടത്? കേക്ക്, അന്ന് ആ അപ്പീൽ ജസ്റ്റിസ് ഉബൈദിന്റെ ബെഞ്ചിൽ വന്നപ്പോൾ ജസ്റ്റിസ് ഉബൈദ് ഇത് കേട്ടാൽ അപകടകരമാവുന്നും അന്നത്തെ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ അസഫ് അലി പ്ലാൻ ചെയ്ത് ചില ഗവൺമെന്റ് പെറ്റീഷനാണ് ഇട്ടേക്കണെന്നും മനസ്സിലാക്കി ആ കേസ് ആ ബെഞ്ചിൽ നിന്ന് അവോയ്ഡ് ചെയ്യാൻ അന്ന് KV സോഹൻ എന്ന് പറഞ്ഞ ഒരു വക്കീലിനെയാണ് പിണറായി വിജയൻ കണ്ടെത്തിയത്. പക്ഷെ KG സോഹൻ വക്കാലത്തിട്ട് അവോയ്ഡ് ചെയ്തില്ലെങ്കിൽ ഇലക്ഷൻ കഴിഞ്ഞ് മാറ്റിക്കൊടുത്ത് ആ KG സോഹനെ 1ാം LDF സ്റ്റേറ്റ് അറ്റോർണി ആക്കി. 2ാം LDF വന്നപ്പോൾ സോഹനെ പറഞ്ഞു വിടുകയും ചെയ്തു. കാരണം പിണറായി വിജയന്റെ ആവശ്യം കഴിഞ്ഞ്. മനസ്സിലായോ? അല്ല, അതൊക്കെ ഓക്കെ. താങ്കളെ അപ്പോ അതായത് സെനാരിയോ എനിക്ക് മനസ്സിലായി. ബഞ്ച് ഹണ്ടിന് വേണ്ടിയിട്ടാണോ താങ്കളെ അന്ന് ബന്ധപ്പെട്ടത്? എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുമോ? KG സോഹനിലേക്ക് എങ്ങനെ കടന്നു കയറാന്നുള്ള ഒരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് എന്റെ അടുത്തേക്ക് എത്തിയത്. അല്ല, അതിപ്പോ എനിക്ക് കോടതിയിൽ ഒരു പെറ്റീഷൻ കൊടുക്കാനോ അതല്ലെങ്കിൽ എന്തെങ്കിലും മൂവ് ചെയ്യാനോ ഒക്കെ ഇപ്പൊ എത്രയോ അഭിഭാഷകരുണ്ട്. ഇടതുപക്ഷത്തിനോ CPM-നോ പിണറായി വിജയൻ വിചാരിച്ചാൽ അതിനിപ്പോ താങ്കളുടെ സഹായം തേടേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലല്ല, ഹൈക്കോടതിയിൽ ഒരു പ്ലീ മൂവ് ചെയ്യുന്നതിനോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നിയമപരമായ കാര്യം ചെയ്യുന്നതിനോ താങ്കളെ ബന്ധപ്പെടേണ്ട ഒരു കാര്യമില്ല. ദാമോദരൻ എന്ന് പറഞ്ഞ മഹാനായ അഭിഭാഷകൻ പിണറായി വിജയൻ ഉണ്ടായിട്ടും ഞങ്ങളുടെ കോമൺ സുഹൃത്തായ മരിച്ചുപോയ സ്കറിയ തോമസ്, അദ്ദേഹം കോട്ടയത്തെ MP ആയിരുന്നു. അദ്ദേഹത്തിന്റെ ഫോണിൽ നിന്ന് എന്നോട് വിളിച്ച് എന്നോട് സംസാരിച്ചു. ഞങ്ങൾ സൗഹാർദ്ദത്തിലെത്തി. ഇലക്ഷൻ കഴിഞ്ഞു. അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയുമായി. ഞാൻ ആ വഴിക്കൊന്നും പോയിട്ടുമില്ല. പിന്നെ ആ പേരും പറഞ്ഞ് മനസ്സിലായ. അപ്പൊ കിടക്കപ്പായിന്ന് എണീച്ച് പോകണത് രാവിലെ എണീച്ച് ആരെ ഉപദ്രവിക്കണം എന്ന് ആലോചിക്കണം ഞാനല്ലെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ആ പറഞ്ഞത്. സ്കറിയ തോമസിന്റെ ഫോണിൽ നിന്ന് താങ്കളെ ബന്ധപ്പെട്ടു. അപ്പോഴും എന്തിനാണ് ഒരു സോഹനെ അറേഞ്ച് ചെയ്ത് തരാനായിരിക്കില്ലല്ലോ. അതിനപ്പുറത്ത് ബെഞ്ച് സംബന്ധിച്ച് എന്തെങ്കിലും കൺസേൺ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് താങ്കൾ എങ്ങനെ ഹൈക്കോടതിയിൽ സഹായിച്ചു? ഇതൊക്കെ ഗൗരവമുള്ള ചോദ്യങ്ങളാണ്. ഇപ്പൊ ഇ പി ജയരാജനെ പ്രകാശ് ജാവ്ദേക്കർ കണ്ടതിനേക്കാളും വലിയ ചാർജാണിത്. ഒരു ചാർജും അല്ല, ഞാൻ പറഞ്ഞത് യാഥാർത്ഥ്യമാണ്. അല്ല, താങ്കൾ പറഞ്ഞത് യാഥാർത്ഥ്യമാണെങ്കിൽ അത് ഒരു ഗുരുതരമായ ആരോപണമാണെന്ന് പറയായിരുന്നു. ആരോപണം തന്നെയാണ്. അദ്ദേഹം പറഞ്ഞല്ലോ ശിവന്റെ കൂടെ ഭാവി ചേർന്നാൽ ശിവനും ഭാവിയാവും. അപ്പൊ ഞാൻ ഒരു മഹാഭാവി ആയതുകൊണ്ടായിരിക്കും അദ്ദേഹം എന്നെ ബന്ധപ്പെട്ടത് ചിലപ്പോ. അപ്പൊ അദ്ദേഹം പണ്ട് മുതലേ ഭാവിയായി കഴിഞ്ഞു എന്നാണോ?
അല്ലല്ല, ഞാൻ പറഞ്ഞത് ശിവന്റെ അതല്ല, അദ്ദേഹമല്ലേ പറഞ്ഞത് ശിവന്റെ കൂടെ പാവി ചേർന്ന് ശിവനും പാപിയാവുന്നു. ഞാനല്ലോ പറഞ്ഞത്. ആ കൂട്ടത്തിൽ എന്നെ അറിയുന്നു അദ്ദേഹം വ്യക്തമായിട്ട് പറഞ്ഞു. ഏതാ അടിസ്ഥാനത്തിൽ അറിയുന്നു അദ്ദേഹം പറഞ്ഞില്ല. അല്ല, നിങ്ങൾക്ക് അറിയാമല്ലോ, ആ ടോണ് കേട്ടിട്ട് ഇയാൾ എന്നെ കൊടുക്കാൻ കുറെ കാലം നടന്ന ആളാണെന്നാണ് എനിക്ക് തോന്നിയത്. അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. അതിന് ശേഷമുള്ള കഥ നമുക്കറിയില്ല. ഇപ്പൊ താങ്കൾ പറയുമ്പോഴല്ലേ അറിയൂ. അന്ന് 2016 ഹൈക്കോടതിയിൽ ചില കാര്യങ്ങൾ നടന്നിരുന്നു ഇപ്പൊ പറയുമ്പോഴല്ലേ അറിയാം, അതിന് മുമ്പ് അറിയില്ലല്ലോ. SNC ലാബിൽ ഞാൻ അദ്ദേഹത്തെ എവിടെ കൊടുക്കാൻ ശ്രമിച്ചെന്നാ നിങ്ങൾ പറഞ്ഞു? നിങ്ങളുടെ എന്തെങ്കിലും എവിഡൻസ് ഇല്ല? അങ്ങേര് പറയുന്നു, ഞാൻ എന്ത് ചെയ്യാനാണ് അതില്? അദ്ദേഹം പറഞ്ഞിട്ടൊന്നുമില്ല. അദ്ദേഹം അവിടെ പറഞ്ഞിട്ടുണ്ട് ഞാൻ കൊടുക്കാൻ വ്യംഗ്യം അതാണല്ലോ. അങ്ങനെ നിങ്ങൾ ഊഹിക്കരുത്. ഊഹിക്കല്ല, അതിന്റെ കൃത്യമാണ്. അതിന്റെ സംഗതികൾ എന്തായാലും വളരെ കൃത്യമാണ്. ഓക്കെ, എന്തായാലും ഒരു പുതിയ ആരോപണം കൂടി ഇന്ന് വന്നിരിക്കുകയാണ്. നമുക്ക് എന്തായാലും കാലത്തും പറഞ്ഞാണ്, പുതിയതൊന്നുമല്ല, ഇത് പഴയത് തന്നെയാണ്. ശരി, ആയിക്കോട്ടെ, ശരി, ഓക്കെ, അങ്ങ് തുടരൂ. ശ്രീ റെജി ലൂക്കോസ്, ഇത് എന്തൊക്കെയാണ് കേൾക്കുന്നത്? ശിവന്റെ കൂടെ പാപി ചേർന്നിട്ട് ഇപ്പോ സെക്രട്ടേറിയറ്റ് EP ജയരാജനെ പാപമുക്തനാക്കിയിരിക്കുന്നു. വേറെ പുതിയ പാപങ്ങളുടെ കഥ നന്ദകുമാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ എവിടെ ചെന്ന് നിൽക്കുമോ എന്തോ? അല്ല അഭിലാഷേ, ഇത് കഴിഞ്ഞ 4 ദിവസമായിട്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടൊരു വിഷയമാണ്. നമ്മളെല്ലാം ചർച്ചയ്ക്കിരുന്നത്, കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമായിരിക്കുന്നത്, കേരളത്തിലെ പൊതുസമൂഹത്തിൽ നിഷ്പക്ഷമായ രീതിയിൽ ഈ വിഷയത്തെ സമീപിക്കുന്ന ആർക്കും ബോധ്യമായൊരു കാര്യമാണ്. അതാണ് ഈ ചർച്ചയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അതായത് ഏതെല്ലാം രീതിയിലുള്ള വമ്പൻ ഓഫറുമായിട്ട് ഏതെങ്കിലും ഒരു CPM-കാരൻ നടത്തി എന്നാൽ യാതൊരു കാരണവശാലും അവരെ അടിപ്പിക്കത്തില്ല എന്നുള്ളൊരു തെളിവാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നതിൻ്റെ ആകെ തുക എന്ന് പറയുന്നത്. ഇവിടെ നന്ദകുമാർ പറയുന്നത് എന്താണ്? ബഹുമാനപ്പെട്ട EP ജയരാജൻ മകൻ്റെ ഫ്ലാറ്റിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് സണ്ണിൻ്റെ പിറന്നാളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അവിടെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിനോട് ചോദിക്കുകയും ചെയ്യാതെ കണ്ടി നന്ദകുമാർ ഈ ജാവ്ദേക്കറുമായിട്ട് ആ ഫ്ലാറ്റിൽ ചെല്ലുന്നു. ഫ്ലാറ്റിൽ ചെന്ന് താങ്കളുടെ റൂമിലുണ്ടോ എന്ന് ചോദിച്ചുണ്ടെന്നനുസരിച്ച് ഫ്ലാറ്റിൽ ചെല്ലുന്നു. ഡോറ് തുറക്കുന്നു. അദ്ദേഹത്തിന് ആളെ മനസ്സിലാവുന്നു. അദ്ദേഹം പറഞ്ഞു, സുരേഷ് ഗോപിയെ ഞങ്ങൾ ഒന്ന് ജയിപ്പിച്ചു തരണം, അതിന് ഞങ്ങൾ 3 ഓഫർ തരുന്നു. ആ 3 ഓഫർ എന്ന് പറഞ്ഞപ്പോൾ ഇന്ന് കേരള വാസംബറാണെന്നുണ്ടെങ്കിൽ സാധാരണ ദുർബലനായ ഒരു കോൺഗ്രസ്സുകാരാണെങ്കിൽ ഏതെങ്കിലും ഓഫർ ഉണ്ടെങ്കിൽ അന്നേരം തന്നെ മെമ്പർഷിപ്പ് എടുക്കും. അദ്ദേഹം പറഞ്ഞു ഒരു കാരണവശാലും നടക്കത്തില്ല, തന്നെയുമല്ല ഈ കൂടിക്കാഴ്ചയ്ക്ക് ഒരു താല്പര്യമില്ല എന്ന് പറഞ്ഞു. വിതിൻ 4 hours ഈ സംഭവം എല്ലാം തീരുന്നു. ഇതിനെക്കുറിച്ചാണ് ഈ കഴിഞ്ഞ 4 ദിവസങ്ങൾ മുഴുവൻ ചർച്ച ചെയ്യുന്നത്. പിന്നെ മാധ്യമങ്ങൾ കൊണ്ടുവന്നൊരു വലിയൊരു വേഷം എന്ന് പറയുന്നതാണ് ഏറ്റവും കോമഡി എന്ന് പറയുന്നത്. അതായത് ആലപ്പുഴയിൽ മത്സരിച്ച ശോഭാ സുരേന്ദ്രൻ ഈ നന്ദകുമാർ പറഞ്ഞതിനെ ഏറ്റുപിടിച്ചിട്ട് പറയുന്നു, EP ജയരാജനുമായിട്ട് 3 തവണ കണ്ടിട്ടുണ്ട്, അതേപോലെ ഡൽഹിയിൽ വെച്ച് കണ്ടു, ലളിത് ഹോട്ടലിൽ വെച്ച് ഞങ്ങൾ ഡീലിൻ്റെ വക്കത്ത് വരെ എത്തി, ഏതോ ഒരു ഫോൺ കോൾ വന്നപ്പോൾ അദ്ദേഹം ഭയന്ന് വിറച്ചുകൊണ്ട് തിരിച്ചു പോകുന്നു പറഞ്ഞു. അതിലാണ് പിന്നെ ഈ ചർവിത ചരണം പോലെ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലത് കേൾക്കൂ, ഞാൻ പൂർത്തിരിക്കട്ടെ, ദയവായിട്ട് ഇത് എന്നെ ബ്രേക്ക് ചെയ്യരുത്. ഇതാണല്ലോ ഇപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ച നടത്തുന്നത്. ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കട്ടെ, കോമൺ സെൻസ് ഉള്ള മലയാളി ഇത് വിശ്വസിക്കുമോ? ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്നത് BJP-യുടെ ദേശീയ പ്രസിഡന്റ് അല്ല, വൈസ് പ്രസിഡന്റ്. പെട്ടെന്ന് ഒരു ദിവസം പ്രകാശ് ജാവ്ദേക്കറിനെ എന്നാ EP ജയരാജന്റെ വീട്ടിൽ പോയി, EP ജയരാജന്റെ മകന്റെ വീട്ടിൽ പോയിട്ട് ഒരു ചായ കുടിച്ചേക്കാം എന്നുള്ള സംഭവം ഉണ്ടായെന്ന് വിശ്വസിക്കുന്ന മലയാളികൾക്ക് ഇതും വിശ്വസിക്കാം. അല്ല, ഞാൻ നിങ്ങളുടെ ആ ചോദ്യം മുൻകൂർ കണ്ടുകൊണ്ട് തന്നെയാണ് ഈ മറുപടിയിലേക്ക് വന്നത്. അതിനെന്നെ പറയിപ്പിക്കാൻ സമ്മതിക്കുക അഭിലാഷ്. അതായത് അതിലേക്ക് തന്നെയാണ് വരുന്നത്. സ്വാഭാവികമായിട്ട് നിങ്ങൾ ആ ചോദിക്കുന്നത് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിനകത്തെ കോമഡി ഞാൻ ആദ്യം മുതൽ തുടങ്ങുന്നത്. ഈ ശോഭാ സുരേന്ദ്രൻ്റെ വാക്കുകളോട് കേട്ടുകൊണ്ടാണ് നിങ്ങൾ ഈ പറഞ്ഞ ഡീലുണ്ടെന്നും പറഞ്ഞു EP ജയരാജൻ അങ്ങോട്ട് പോകണമെന്നും പറഞ്ഞുകൊണ്ട് ഈ ചർച്ചകളെല്ലാം നടത്തുന്നത്. CPM വിരോധമാണ് അതിൻ്റെ അടിസ്ഥാനം എന്നുള്ളത് എല്ലാവർക്കും അറിയാം. സ്വാഭാവികമായിട്ട് കൺഫ്യൂഷൻ സമൂഹത്തിൽ ഉണ്ടാക്കുകയും ചെയ്തു. ആ കൺഫ്യൂഷൻ മാറി വരാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. അപ്പം ഞാൻ ചോദിക്കട്ടെ, കേന്ദ്ര നേതൃത്വം സംസ്ഥാന നേതൃത്വത്തിനെ അറിയിക്കാതെ കൊണ്ടാണ് ഈ ശോഭാ സുരേന്ദ്രനെ കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ടോപ്പിലിരിക്കുന്ന 2 പൊസിഷൻ വഹിക്കുന്ന കേന്ദ്ര കമ്മിറ്റി അംഗം ആൻഡ് LDF കൺവീനർ സ്ഥാനം വഹിക്കുന്ന EP ജയരാജനെ ക്യാൻവാസ് ചെയ്യാൻ ശോഭാ സുരേന്ദ്രനെ ഏർപ്പാട് ചെയ്തു ആക്കിയെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുമോ? എന്തുകൊണ്ട് വിശ്വസിക്കുന്നില്ല? കഴിഞ്ഞ 4 ദിവസമായിട്ട് ഉത്തരവാദിത്തപ്പെട്ട ഈ BJP-യുടെ ഏതെങ്കിലും ഒരു കേന്ദ്ര നേതൃത്വമോ അല്ലെങ്കിൽ ജാവ്ദേക്കറിനെ വിടും, അയാൾക്ക് മലയാളം അറിയാമല്ലെന്ന് വിചാരിച്ചോളൂ, അയാളുടെ അടുത്ത് എത്തിക്കാനുള്ള മാർഗ്ഗങ്ങൾ വേറെയുണ്ട്. ഞാൻ അതിനൊരു ഇതായിട്ട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. സംസ്ഥാന നേതൃത്വം ആരെങ്കിലും ഈ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞതിനെ ഓൺ ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കേ. അപ്പോൾ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞൊരു വൺ ആർമിയല്ലേ? അവർ ദേശീയ പ്രസിഡന്റ് അല്ലല്ലോ, സംസ്ഥാന പ്രസിഡന്റും അല്ല.
അപ്പോൾ വലിയ പുള്ളിയാണ് ഞാനെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് 10 ലക്ഷം രൂപ കടം വാങ്ങിച്ചിട്ട് തിരിച്ചു കൊടുക്കാത്ത ആരോപണം പുറത്തു വന്നപ്പോൾ ഇയാളുടെ പേര് പിന്നെ സ്ത്രീയുടെ പേര് ഈ നന്ദകുമാർ പുറത്തു വിട്ടപ്പോഴത്തേക്കും അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കാണിച്ച നാടകത്തിലാണ് EP ജയരാജനെ CPM-നോടൊന്ന് പിടിച്ചേക്കാന്ന് വെച്ചത്. നിങ്ങളൊന്ന് മനസ്സിലാക്കണേ, കഴിഞ്ഞ 6 വർഷമായിട്ട് ശോഭാ സുരേന്ദ്രൻ BJP-യിൽ നിന്ന് ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്. ശോഭാ സുരേന്ദ്രൻ BJP-യിൽ നിന്ന് ഒറ്റപ്പെടുകയോ ഒറ്റപ്പെടാതിരിക്കുകയോ ഒക്കെ ചെയ്യട്ടെ. നിങ്ങൾ കേൾക്കുക, ഇലക്ഷന്റെ അന്ന് രാവിലെ EP ജയരാജൻ തന്നെയാണ് കേരളത്തിന്റെ ചുമതലയുള്ള BJP-യുടെ കേന്ദ്ര നേതാവുമായി പ്രഭാരിയുമായി ഞാൻ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. എൻ്റെ മകന്റെ വീട്ടിലേക്ക്, എൻ്റെ മകന്റെ ഫ്ളാറ്റിലേക്ക് അദ്ദേഹം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞത് ശോഭാ സുരേന്ദ്രനല്ല, EP ജയരാജനാണ്. അതിന്റെ തലേന്ന് തൃശ്ശൂര് അഡ്ജസ്റ്റ് ചെയ്യണം, ലാവ്ലിൻ കേസ് പിൻവലിക്കാം, അതുപോലെ EP ജയരാജന്റെ വൈദേകം റിസോർട്ടിനെതിരെയുള്ള നടപടികൾ പിൻവലിക്കാം തുടങ്ങിയ ഓഫേഴ്സ് വെച്ചു എന്ന് പറഞ്ഞത് താങ്കൾ നേരത്തെ കോട്ട് ചെയ്തിട്ടുള്ള നന്ദകുമാറാണ്. അപ്പോൾ ശോഭാ സുരേന്ദ്രൻ ഇനി ഒരാരോപണം ഉന്നയിച്ചിട്ടില്ല എന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ പോലും വാലിഡ് ആയിട്ടുള്ള ആരോപണങ്ങൾ നമ്മുടെ സമൂഹത്തിന് മുമ്പിൽ നിൽക്കുകയാണ്. ഇതൊന്നും അല്ല പൊതുസമൂഹം പ്രതീക്ഷിക്കുന്നത്. ശ്രീ റെജി ലൂക്കോസ്, എനിക്ക് തോന്നുന്നു കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും BJP-ക്കാരും ഒന്നും ഇങ്ങനെ ഇത്തരത്തിലുള്ള പിൻവാതിൽ ചർച്ചകളും ഉപശാല ചർച്ചകളും ഒന്നും ആയിരിക്കില്ല പ്രതീക്ഷിക്കുന്നുണ്ടാവുക. നേതാക്കൾ ഇങ്ങനെയാണ് എന്നൊരു തിരിച്ചറിവ് അവർക്കുണ്ടാക്കാൻ എന്തായാലും ഈ വിവാദങ്ങളൊക്കെ സഹായിച്ചിട്ടുണ്ടാവും. അഭിലാഷെ, CPM വേട്ടയും CPM-നെ ഡീഗ്രേഡ് ചെയ്യാനായിട്ടും കുത്തകപ്പാട്ട് എടുത്തിരിക്കുന്ന കുറെ മാധ്യമങ്ങൾക്കും മറ്റു ചില ആൾക്കാർക്കും ഇന്ന് വൈകുന്നേരം 4 മണിയോടുകൂടി ഉണ്ടായ ഒരു ജാള്യതയാണ് ഈ ചോദ്യത്തിന് കാരണം. അതാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത്. ഓഫറുമായിട്ട് ചെന്നെങ്കിൽ എന്തുകൊണ്ട് EP ജയരാജൻ നിരസ്കരിച്ചു? അതിനകത്ത് കേൾക്കൂ, അങ്ങനെ ഒരു ഓഫറുമായിട്ട് ചെന്നെങ്കിൽ ഇനിയിപ്പോൾ സാക്ഷാൽ പിണറായി വിജയൻ ഈ പറയുന്ന EP ജയരാജനോട് പറയുന്നത്, നിങ്ങൾ അതാണല്ലോ ഈ കഴിഞ്ഞ ഇന്നലെ ഇന്നുമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഈ പറയുന്ന ലാവ്ലിൻ കേസിൽ നിന്നും അദ്ദേഹത്തിൻ്റെ മകളെ കുടിക്കാനായിട്ട് ED ശ്രമിക്കുന്നതിൽ നിന്നൊക്കെ, അല്ലെങ്കിൽ ഈ പറയുന്ന വൈദേഹമായിട്ട് എന്താ കേസെന്ന് എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല. അത് നിങ്ങളുടെ കയ്യിൽ നിന്ന് എടുത്താ, അത് ED അവിടെ കയറിയിട്ടുണ്ടായിരുന്നു. അതിപ്പം പിന്നെ ദേശീയ തലത്തിൽ നേതാക്കളുടെ ഒക്കെ പ്രിയപ്പെട്ട ദല്ലാൽ നന്ദകുമാർ പറഞ്ഞതാണ്. നമ്മൾ എന്തിനാണ് കൈനിടുന്നത്? കൈനിടാതെ തന്നെ ഇത്രയും സംഗതികൾ പ്രത്യേകിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും കൈനിടേണ്ട കാര്യമുണ്ടോ? അല്ല അഭിലാഷ്, ദല്ലാൽ നന്ദകുമാർ പറഞ്ഞ കാര്യങ്ങളും ശോഭാ സുരേന്ദ്രൻ അതിനെ ഏറ്റുപിടിച്ചുകൊണ്ട് ജാള്യതയുടെ പേരിൽ കേരളത്തിലെ കഴിഞ്ഞ 4 ദിവസമായിട്ട് പറയുന്നു നിങ്ങൾ ഏറ്റുപിടിക്കുന്നവർ ഇന്റർവ്യൂ എടുക്കുന്ന കാര്യങ്ങളാണ് ഞാനീ സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് വിടൂ, നന്ദകുമാർ പറഞ്ഞതും വിടൂ, EP ജയരാജൻ സ്വന്തമായി പറഞ്ഞത് മാത്രം മതിയല്ലോ ഒരാഴ്ച ചർച്ച ചെയ്യാൻ. ഇതാണോ കേരളത്തിൽ നടക്കുന്നത് എന്ന് ചോദിക്കാൻ അത് മാത്രം മതി. ഓക്കെ, ഞാൻ ആ തർക്കം വിടുന്നു. പക്ഷെ ശ്രീകുമാർ, ഇന്നിപ്പോ EP ജയരാജനെ സംരക്ഷിക്കുന്ന നിലപാട് ഒറ്റ കാര്യയുടെ ഒറ്റ വിഷയം പെട്ടെന്ന് പറയും. ഹലോ, ഐ ജസ്റ്റ് ഡിസ്കസ് യു ഒറ്റ പോയിന്റോടെ EP ജയരാജൻ, ഞാൻ ഇന്നലെ ചർച്ചയിൽ പറഞ്ഞു, EP ജയരാജൻ അന്നത്തെ ദിവസം അത് തുറന്നു പറഞ്ഞത് അതാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറയുന്നത്. അങ്ങേർക്ക് വേണമെങ്കിൽ മറച്ചു നോക്കായിരുന്നല്ലോ. എന്നെ വന്ന് കണ്ടു, കാഷ്വലായിട്ട് എൻ്റെ ഫ്ലാറ്റിൽ വന്നു, ഞാൻ കണ്ട് സംസാരിച്ചു, ഞാൻ ചോദിച്ചു എന്തിനാ വന്നെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഇങ്ങനെ കാര്യങ്ങളാണെന്ന് പറഞ്ഞു. ഉടനെ അദ്ദേഹം പറഞ്ഞു നടക്കുകയില്ല, ഞാനിത് താല്പര്യമില്ല എന്ന് പറഞ്ഞു, ഞാൻ പുറത്തേക്ക് പോവുകയാണെന്ന് പറഞ്ഞു. 4 മിനിറ്റ് കൊണ്ട് സംഭാഷണം സംസാരിച്ച് 2 ലിഫ്റ്റിൽ അവർ അവിടുന്ന് പോകുന്നു. ഇത് പറഞ്ഞ CPM-കാരൻ്റെ ആർജവത്തെ നിങ്ങൾ എന്തുകൊണ്ട് അംഗീകരിക്കുന്നില്ല? ആ ആർജവത്തിനെ വാസ്തവം പറയുകയാണെന്നുണ്ടെങ്കിൽ വക്രീകരിച്ചുകൊണ്ട് ഇവിടെ നിങ്ങളൊരു കൂടിക്കാഴ്ച നടത്തി എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുപോയപ്പോൾ അതാണ് പറയുന്നത്. കേരളം ഇന്ന് കൃത്യമായിട്ട് മനസ്സിലായി, ഇന്ത്യയിൽ എത്ര കോടി തട്ടിപ്പ് നടത്തിയാലും BJP-യിലെത്തിയ പുണ്യവാളാനുമാകുന്ന ചരിത്രം CPM ഏറ്റവും വലിയ അങ്ങനെയാണെങ്കിൽ ഈ പ്രകാശ് ജാവ്ദേക്കർ എന്ന് പറയുന്ന മനുഷ്യൻ വഴി പോകുന്ന ആളുകളുടെ ഒക്കെ വീട്ടിൽ കയറി ചായ കുടിക്കാമെന്ന് വിചാരിക്കുന്ന ഒരാളാണ്. എന്നാൽ MV ഗോവിന്ദന്റെ വീട്ടിൽ കയറി ഒരു ചായ കുടിച്ചേക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും നേതാക്കളുടെ വീട്ടിൽ കയറി ഒരു ചായ കുടിച്ചേക്കാം എന്ന് അദ്ദേഹം വിചാരിച്ചിട്ടില്ല. വളരെ കൃത്യമായിട്ട് EP ജയരാജന്റെ മകൻ ആക്കുളത്ത് താമസിക്കുന്ന ഫ്ളാറ്റ് തന്നെ തേടി നന്ദകുമാറിന്റെ കൂടെ പോയി ചായ കുടിക്കണമെങ്കിൽ അദ്ദേഹത്തിന് ചായയിലുള്ള കമ്പം കൊണ്ടായിരിക്കില്ലല്ലോ സ്വാഭാവികമായിട്ടും. ശ്രീകുമാർ, ഇത് CPM എന്തുകൊണ്ട് ഡിഫെൻഡ് ചെയ്യുന്നു എന്ന് താങ്കൾ വിചാരിക്കുന്നു? എല്ലാവരും വിചാരിച്ചത് EP ജയരാജനെതിരെ നടപടി ഉണ്ടാകും എന്നാണ്. നടപടി ഉണ്ടാകാത്തത് എന്തുകൊണ്ടായിരിക്കും? താങ്കളുടെ അവസരം കഴിഞ്ഞു ശ്രീകുമാർ. അതായത് ശ്രീ അഭിലാഷേ, തെരഞ്ഞെടുപ്പ് ദിവസം ശ്രീ EP ജയരാജൻ നടത്തിയ പ്രസ്താവനയ്ക്ക് മറുപടിയായിട്ട് അന്ന് തന്നെ മുഖ്യമന്ത്രി പറഞ്ഞു EPക്ക് ജാഗ്രത കുറവുണ്ടായെന്ന്. അപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അപ്പുറത്ത് പാർട്ടിയില്ല. സാധാരണത്തിൽ പാർട്ടി സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നാൽ ഈ കാര്യത്തിൽ ചില നിഗമനങ്ങളിലൊക്കെ എത്തും. പക്ഷേ നിങ്ങൾ നോക്കൂ, EMS നമ്പൂതിരിപ്പാടിൻ്റെയും സുന്ദരയ്യയുടെയും AKGയുടെയും നായനാരുടെയും ഒക്കെ പാർട്ടി ഇന്ന് ശോഭാ സുരേന്ദ്രനിലും അതുപോലെ TG നന്ദകുമാറിലും ചുറ്റിത്തിരിക്കുകയാണ്. ഒരു മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഇതുപോലത്തെ ഒരു ഗതി പിണറായി വിജയൻ സെക്രട്ടറി ആയ ശേഷം സംഭവിച്ച ഒരു വ്യതിയാനമായിരിക്കാം. ഇന്നത്തെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഞാൻ അറിഞ്ഞത്
EP ജയരാജൻ അത് സമ്മതിച്ച സ്ഥിതിക്ക് പിന്നെ എന്തിനാണ് ഒരു ചർച്ച എന്നൊരു ചോദ്യം ഉയർന്നു. അത്ര എനിക്കറിയില്ല, ഞാൻ കേട്ടതാണ്. അപ്പോൾ EP ജയരാജൻ സമ്മതിച്ചതുകൊണ്ട്, ഇങ്ങനെ ജാവദേക്കറുമായി ഞാൻ കണ്ടു ജാവദേക്കറെ എന്ന് സമ്മതിച്ചതുകൊണ്ട് പിന്നെ എന്തിനാണ് അതിൻ്റെ പിന്നാലെ പോകുന്നത് എന്നൊരു തീരുമാനം അവരെടുത്തു എന്നാണ് കേട്ടത്. അങ്ങനെയാണെങ്കിൽ BJPയുടെ നേതാവുമായിട്ട് ഒരു CPMൻ്റെ സംസ്ഥാന കേന്ദ്ര കമ്മിറ്റി അംഗവും LDF കൺവീനറും ചർച്ച നടത്തിയിട്ട് അക്കാര്യത്തിലൊരു തീരുമാനമെടുക്കാൻ സംസ്ഥാനത്ത് CPMന് ഭയമാണോ? കാരണം BJP നേതാക്കളായ അമിത്ഷായും മോദിയും കോപിക്കും എന്ന് CPMൻ്റെ ഏതെങ്കിലും നേതാവ് കരുതിയോ? അല്ലെങ്കിൽ സാധാരണ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഗോവിന്ദ മാഷിൻ്റെ പത്രസമ്മേളനത്തിൽ പ്രതീക്ഷിച്ചത് ജയരാജനെതിരെ നടപടിയൊന്നുമല്ല. കാരണം ജയരാജനെതിരെ നടപടിക്കാൻ പറ്റില്ല. കാരണം അദ്ദേഹം CPMലെ തുല്യരിൽ ഒന്നാമനായ ഒരാൾ തന്നെയാണ്, സംശയമൊന്നുമില്ല. പിന്നെ പാർട്ടിയിൽ വലിയൊരു അച്ചടക്ക നടപടി അദ്ദേഹം നേരിടുമെന്ന് മിനിഞ്ഞാന്ന് മുഖ്യമന്ത്രിയുടെ പ്രസ്താവന കേട്ടതോടുകൂടി അതും കഴിഞ്ഞു. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, LDF കൺവീനറായ കേന്ദ്ര കമ്മിറ്റി അംഗമായ EP ജയരാജൻ്റെ വീട്ടിലേക്ക് എത്തി അദ്ദേഹവുമായി ചർച്ച നടത്താൻ BJP ധൈര്യം കാണിച്ചിരിക്കുന്നു. ഇത് എവിടുന്ന് കിട്ടി ധൈര്യം BJPക്ക്? എന്നിട്ട് ആ വിഷയം ചർച്ച ചെയ്യുമ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം നിങ്ങൾ ആലോചിക്കൂ. അതായത് കേരളത്തിലെ ഇത്രയും കാലം പാർട്ടി കൊണ്ടുവന്നിരുന്ന വർഗീയ വിരുദ്ധത നാളെ അവർക്ക് പ്രസംഗിക്കാനുള്ള അവസരമില്ല. ഇവിടെ രണ്ട് കാര്യം വരുന്നു. ഒന്ന്, കേരളത്തിലെ യഥാർത്ഥ BJP വിരുദ്ധരാരാണ്? കോൺഗ്രസ് ആണോ CPM ആണോ? ഉത്തരം കണ്ടിരിക്കുന്നു കോൺഗ്രസ്. കേരളത്തിലെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആരാണ്? ഒരൊറ്റ കാര്യം, യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആരാണ്? അത് CPI ആണോ എന്ന ചർച്ചയിൽ വരും. കാരണം BJPയെ എതിർക്കുന്നതിൽ CPMനെക്കാട്ടിലും മുന്നിൽ നിൽക്കുന്ന CPI ആണ്. കാരണം CPI നേതാക്കളാരും BJP നേതാക്കളുമായി ചർച്ച നടത്തിയെന്ന് ഇന്നേ വരെ വെളിപ്പെട്ടിട്ടില്ല. അപ്പോൾ രണ്ട് മാർക്സിസ്റ്റ് പാർട്ടി ഉള്ളപ്പോൾ CPI എന്തിനാണ് എന്ന് ചിന്തയിൽ ലേഖനം എഴുതിയ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഇനി അതിനുത്തരം പറയേണ്ടി വരും. CPIക്ക് ശരി. ശ്രീ NP ചെക്കുട്ടി, നമ്മൾ ഇലക്ഷൻ ദിവസം തന്നെ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ കേട്ടതാണ്. പ്രകാശ് ജാവദേക്കറെ കാണുന്നതിന് കുഴപ്പമൊന്നുമില്ല, കൂടെ ഈ നന്ദകുമാർ ഉണ്ടായിപ്പോയി എന്നുള്ളതാണ് മുഖ്യമന്ത്രിയെ ചൊടിപ്പിച്ചത്. അതുകൊണ്ടാണ് അദ്ദേഹം ബാബിയുടെ കൂടെ ശിവൻ ചേർന്നാൽ ശിവനും ബാബിയാകും എന്നൊക്കെ പറഞ്ഞത്. അപ്പോഴും ഈ നന്ദകുമാറുമായി ചേർന്ന് ജാവദേക്കറെ കണ്ടാൽ കുഴപ്പമുണ്ടോ? ജാവദേക്കറെ ഞാനും കണ്ടിട്ടുണ്ടല്ലോ എന്നുള്ളതൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. ഇന്നിപ്പോൾ ഇപ്പോൾ നന്ദകുമാർ പറയുന്നത് EP ജയരാജൻ മാത്രമല്ല, അതിനുമുമ്പ് മുഖ്യമന്ത്രിയും വേറൊരു ആൾ മുഖേന, സ്കറിയ തോമസ് മുഖേന എന്നെ ബന്ധപ്പെട്ടിട്ടുണ്ട്. എൻ്റെ ചില ഡീൽസ് അതുമായി ബന്ധപ്പെട്ട് സെൻസി ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടെന്ന്. സ്വാഭാവികമായും അക്കാര്യത്തിന് മറുപടി പറയേണ്ടത് മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം മറുപടി പറയുന്നുണ്ടെങ്കിൽ ഇതൊന്നും കേരള രാഷ്ട്രീയത്തിൽ പുത്തരിയല്ല. ഇവിടെ ഇങ്ങനെയൊക്കെയാണ്, എല്ലാവരുമായും പലതരത്തിലുള്ള കച്ചവടങ്ങൾ ഉണ്ടാവുമെന്ന് സാമാന്യമായി ജനങ്ങൾ മനസ്സിലാക്കിയാൽ മതിയോ? അല്ല, ഇതിലുള്ള ചില വിഷയങ്ങളുണ്ട്. ഒന്നാമത്തെ 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, മുഖ്യമന്ത്രി ആ കാര്യം പറഞ്ഞത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അദ്ദേഹം പറഞ്ഞതൊരു ബ്രോക്കർ എൻ്റെ കാര്യത്തിൽ കയറി ഇടപെടാൻ ശ്രമിച്ചു, ഞാൻ അദ്ദേഹത്തെ ആട്ടി ഓടിച്ചു എന്ന മട്ടിൽ തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ യഥാർത്ഥത്തിൽ കേരള രാഷ്ട്രീയത്തിൽ ധാരാളം ബ്രോക്കർമാർ ഇടപെടുന്നുണ്ട്. കേരള രാഷ്ട്രീയത്തിനകത്ത് പലതരത്തിലുള്ള ദുസ്വാധീനങ്ങളുണ്ട്. കേരളത്തിൽ മാത്രമല്ല, ഡൽഹിയിലും അതുണ്ട്. അത്തരം കാര്യങ്ങളിൽ പിന്നെ പൊതുപ്രവർത്തകർ യഥാർത്ഥത്തിൽ വളരെ ഗൗരവത്തോടു കൂടി അതിനെ കാണണം. ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ജാഗ്രത പുലർത്തണം എന്ന മട്ടിലുള്ള ഒരു താക്കീതായിട്ടാണ്, ഒരു മുന്നറിയിപ്പായിട്ടാണ് ഞാൻ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ കാണുന്നത്. സദുദ്ദേശത്തോടു കൂടിയുള്ള ഒരു വാക്കായിട്ടാണ് കാണുന്നത്. അല്ലാണ്ട് പിന്നെ പിണറായി വിജയൻ്റെ കേസുകളിലൊക്കെ പിന്നെ അദ്ദേഹം സഹായത്തിന് വേണ്ടി നന്ദകുമാറിനെ, അതൊന്നും യഥാർത്ഥത്തിൽ വിശ്വസിക്കാൻ കൊള്ളുന്നൊരു കാര്യമല്ല. അപ്പം നമുക്ക് രാഷ്ട്രീയമായിട്ട് യോജിപ്പുണ്ടാവും, നമുക്ക് പൊതുസമൂഹത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. പക്ഷേ പിണറായി വിജയനായാലും ശരി, ജയരാജനായാലും ശരി, മറ്റാരും ശരി, എല്ലാ കാര്യത്തിലും ഈ ബ്രോക്കർമാരെ ഉപയോഗിച്ചിട്ടാണ് അവർ ഉപജീവനം കഴിക്കുന്നത് എന്ന മട്ടിൽ നമ്മൾ ഒരു ചാപ്പ കുത്തുന്നത്, അത് പൊതുപ്രവർത്തനത്തെ സംബന്ധിച്ച് തന്നെ ഒരു മോശമായിട്ടുള്ള ഇമേജ് ഉണ്ടാക്കും. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ കുറേ കൂടി ജാഗ്രതയോടുകൂടി കാണുന്നുള്ള അഭിപ്രായം എനിക്കുള്ളത്. രണ്ടാമത്തെ ഒരു വിഷയം, ഈ വിഷയത്തിലൊക്കെ തന്നെ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് അനാവശ്യമായിട്ടുള്ള ഒരു തരത്തിലുള്ള ഒരു കോൺട്രവേഴ്സി ആയിട്ടാണ് അത് വന്നത്. കാരണം തെരഞ്ഞെടുപ്പിന് തലേന്ന് ഇത് വന്നു, അദ്ദേഹം BJP പോകാൻ വേണ്ടി ശ്രമിച്ചു പറഞ്ഞു. അപ്പോൾ അതിന് തെരഞ്ഞെടുപ്പിൻ്റെ ദിവസം ആയതുകൊണ്ട് അതിന് മറുപടി പറയാതിരിക്കാൻ പറ്റില്ല. കാരണം അന്നൊരു വലിയ ഒരു പുകമറ ഉണ്ടാവുകയാണ്, ഒരു തരത്തിലുള്ള റൂമറിൻ്റെ ഒരു വലിയ ഒരു ഏർപ്പാട് വരികയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് സംഭവിച്ചത് എന്ന് വിശദീകരിക്കാനുള്ള ബാധ്യത LDFൻ്റെ കൺവീനർക്കുണ്ട്. അദ്ദേഹം
സത്യസന്ധമായിട്ട് പറഞ്ഞു അവർ എന്നെ കാണാൻ വന്നിരുന്നു, എൻ്റെ വീട്ടിലേക്ക് വന്നു, ഞാൻ 2-3 മിനിറ്റ് സംസാരിച്ചു, അവർ പോയി എന്നുള്ളതാണ്. അതിൻ്റെ ഇടയിൽ എന്തെല്ലാം ഡീലുകൾ, ഇപ്പോൾ ആഗോള വിഷയങ്ങൾ മുഴുവൻ ഈ കേരളത്തിലെ എല്ലാ പ്രശ്നങ്ങളും ചർച്ച ചെയ്ത് തീർക്കാൻ മാത്രമുള്ള 2-3 മിനിറ്റ് കൊണ്ട് എനിക്കതൊന്നും അത്ര വിശ്വസിക്കാൻ പറ്റില്ല. സത്യസന്ധമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ, നമ്മുടെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഒരുതരം ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന മട്ടിലാണ് ഞാനിതിനെ കാണുന്നത്. അപ്പോൾ അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും വിഷയങ്ങളുണ്ടോ എന്നുള്ളത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ജാവ്ദേക്കർ അടക്കമുള്ള ആളുകൾ കുറെ കൂടി വിശദമായിട്ട് പറയട്ടെ. അല്ലാതെ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് എങ്ങനെയാണ് ശോഭാ സുരേന്ദ്രൻ്റെ ഇതൊക്കെ ഉണ്ടായത്, അവരുടെ പൈസയായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് സ്ഥാപിത താല്പര്യങ്ങളുണ്ട് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം. ശരി, ശ്രീ ഷാബു പ്രസാദ്, ശോഭാ സുരേന്ദ്രന്റെ സ്ഥാപിത താല്പര്യങ്ങൾ എന്ത് എന്നുള്ള ചോദ്യം പോലെ തന്നെ പ്രസക്തമായൊരു ചോദ്യം BJP-യിലേക്ക് ആളെ റിക്രൂട്ട് ചെയ്യാൻ നിങ്ങൾ ഏജൻസികളെ വെച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. ഇപ്പോൾ BJP-യിൽ ആകൃഷ്ടരായോ, അധികാരമോഹം കൊണ്ടോ, കോൺഗ്രസിലോ മറ്റു പാർട്ടികളിലോ നിന്നാൽ രക്ഷയില്ല എന്നുള്ള തോന്നലിലോ ഒക്കെ ആളുകൾ ചേരുന്നുണ്ടെന്നാണ് നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നത്, കേസിൽ നിന്ന് രക്ഷപ്പെടാനും നിശ്ചയമായി. ഇവിടെ ഒരു ദല്ലാൾ ഇങ്ങനെ കറങ്ങി നടക്കാണ്, BJP-യിൽ ചേരാറുണ്ടോ എന്ന് ചോദിച്ചിട്ട്. എന്നിട്ട് ഈ ദല്ലാളിൻ്റെ കൂടെ പ്രകാശ് ജാവ്ദേക്കർ ഇച്ചിരിയെങ്കിലും താല്പര്യമുള്ള ആളുകളുടെ വീട്ടിൽ പോകുന്നു. ഇങ്ങനെയാണോ ഇതിൻ്റെ ഏർപ്പാട്? ഞാൻ പറഞ്ഞില്ല, ഞാനൊരു പ്രത്യക്ഷ രാഷ്ട്രീയക്കാരനല്ല. ഇങ്ങനെയുള്ള രാഷ്ട്രീയത്തിൻ്റെ ഇതുപോലുള്ള ഈ രീതിയിലുള്ള കാര്യങ്ങളെ പറ്റിയൊന്നും എനിക്കറിയില്ല. എനിക്ക് അതിനെപ്പറ്റി അഭിപ്രായം പറയാനും പറ്റില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പം ഈ പാർട്ടികൾ ഒരു പാർട്ടിയിൽ നിന്ന് വേറൊരു പാർട്ടിയിലേക്ക് പോകുന്നു, രാഷ്ട്രീയം മാറുന്നു, അതൊക്കെ ഇവിടെ നമ്മുടെ നാട്ടിൽ പുതിയ കാര്യങ്ങളൊന്നുമല്ല. ഇതിൻ്റെ അകത്ത് ഇങ്ങനെയുള്ള ആ പ്രക്രിയക്കിടയിൽ പലതരത്തിലുള്ള ബ്രിഡ്ജിങ് ഉണ്ട്, പാലങ്ങളുണ്ട്. അത് വ്യക്തികളിൽ കൂടെ ആകാം, പല കാര്യം അല്ലാതൊരു സുപ്രഭാതത്തിലൊന്നും അങ്ങനെയൊന്നും നടക്കില്ല. അതിൻ്റേതായ ചില രീതികളുണ്ട്. അങ്ങനെയുള്ള ഒരു പാലമാണ് താൻ എന്ന് ഈ നന്ദകുമാർ പ്രകാശ് ജാവ്ദേക്കറെ കൺവിൻസ് ചെയ്യിച്ചിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ഉണ്ടെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇനി ആ കൺവിൻസിങ് ശരിയാണോ തെറ്റാണോ എന്നുള്ളതൊക്കെ BJP വിലയിരുത്തട്ടെ. പക്ഷേ അതിവിടെ നടക്കുന്നുണ്ട്. അതെല്ലാം. ഇപ്പോൾ ഒരു കാര്യം ഞാൻ പറയട്ടെ അഭിലാഷേ, ഈ കഴിഞ്ഞ ആഴ്ചയാണ് ആദ്യം അനിൽ ആൻ്റണിക്കെതിരെയുള്ള ആരോപണവുമായിട്ട് ഈ നന്ദകുമാർ വരുന്നത്. അതിൻ്റെ അകത്ത് ജസ്റ്റ് ശോഭാ സുരേന്ദ്രൻ്റെ കാര്യം ഒന്നാണെങ്കിലും പരാമർശിച്ച് അയാളുടെ ഒരു നാക്കുപിഴയായിട്ട് ആണ് ഞാൻ കണക്കാക്കുന്നത്. അവരുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് അനിൽ ആൻ്റണി തന്നെയായിരുന്നു. ഈ നന്ദകുമാറിനെ ശിഖണ്ഡി വേഷം കെട്ടിച്ചുകൊണ്ട് ഈ ഇലക്ഷൻ്റെ മധ്യത്തിലേക്ക് കെട്ടിയിറക്കിയത് ആരാണ്? എന്ത് ധൈര്യത്തിലാണ് ഈ നന്ദകുമാർ വന്നത്? അയാളുടെ ബോഡി ലാംഗ്വേജിൽ നിന്നും അയാളുടെ സമീപനത്തിൽ നിന്നും നമ്മൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്നത് അയാളുടെ ധൈര്യം LDF തന്നെയായിരുന്നു, CPM തന്നെയായിരുന്നു. ആ CPM-ന്റെ ബലത്തിൽ തന്നെയാണ്, CPM തന്നെയാണ് ഈ നന്ദകുമാറിനെ ഈ തെരഞ്ഞെടുപ്പിന്റെ അകത്ത് അതെങ്ങനെ ശരിയാവും ശ്രീ ഷാബു പ്രസാദ്? അച്യുതാനന്ദനൊപ്പം ചേർന്ന് ലാവ്ലിനിൽ എന്നെ ആക്രമിക്കാൻ ശ്രമിച്ച, എന്നെ പെടുത്താൻ ശ്രമിച്ച ആൾ എന്ന ഇമേജാണ് പിണറായി വിജയന് നന്ദകുമാറിനെ കുറിച്ചുള്ളത്. CPM-ലെ മറ്റ് ആളുകളും, EP ജയരാജൻ ഒഴികെയുള്ള മറ്റാളുകളും, ഇപ്പോൾ തോമസ് ഐസക്, അതുപോലെ തന്നെ MP ജയരാജൻ തുടങ്ങിയ ആളുകളൊക്കെ ഇദ്ദേഹം ഫ്രോഡാണ് എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ ഒരാളെ എങ്ങനെ CPM ഉപയോഗിക്കും? ഇനിയിപ്പോൾ EP ജയരാജൻ പറഞ്ഞിട്ടാണ് വന്നത് എന്നങ്ങ് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ തന്നെ ഇത് മുഴുവൻ സെൽഫ് ഗോളാണല്ലോ. എൻ്റെ ചോദ്യം പക്ഷേ താങ്കളോട്, ഇപ്പോൾ ഇദ്ദേഹം എങ്ങനെയാണ് BJP-യിലേക്കുള്ള റിക്രൂട്ടിംഗ് ഏജൻസിയായി മാറുന്നത്? BJP-യുടെ കേന്ദ്ര നേതൃത്വവുമായി ഇത്ര അടുത്ത ബന്ധം എങ്ങനെയാണ് സ്ഥാപിക്കുന്നത്? കുറച്ച് ദിവസം മുമ്പ് EP ജയരാജൻ, ശോഭാ സുരേന്ദ്രൻ, അനിൽ ആന്റണി വിവാദമൊക്കെ വരുന്നതിന് മുൻപ് ഇദ്ദേഹമാണ് BJP-യിലേക്കുള്ള പാലമെന്ന വാർത്ത വന്നു. അപ്പോൾ പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞത് ആരാണ്? ഹൂ ഈസ് ദിസ് മാൻ? ആരാണ്? എനിക്കൊന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞതിന് തൊട്ട് പിന്നാലെ എയർപോർട്ടിൽ ജാവ്ദേക്കർ വന്നിറങ്ങുമ്പോൾ ഇവർ രണ്ടുപേരും ഒരുമിച്ച് ഒരു കാറിൽ പോകുന്ന ദൃശ്യമാണ് നമ്മൾ കണ്ടത്. എന്ന് പറഞ്ഞാൽ പ്രകാശ് ജാവ്ദേക്കർ എന്ന BJP-യുടെ കേരളത്തിലെ ചുമതലയുള്ള പ്രഭാരി കേരളത്തിൽ വന്നാൽ മാരാർജി സെന്ററിൽ നിന്ന് വിട്ടുകൊടുക്കുന്ന കാറിലല്ല, അല്ലെങ്കിൽ BJP-യുടെ ഏതെങ്കിലും നേതാവിന്റെ കാറിലല്ല, നന്ദകുമാറിന്റെ കൂടെ നന്ദകുമാർ പറയുന്ന കാറിലാണ് പോകുന്നത്. അഭിലാഷേ, ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഈ രാഷ്ട്രീയത്തിൻ്റെ അകത്തെ ഈ ചതുരംഗ കളത്തിൽ അതിൻ്റെ അകത്ത് നടക്കുന്ന എല്ലാ നീക്കങ്ങളും ഒന്നും അത്ര സാത്വികമൊന്നുമല്ല. അത് നമുക്കറിയാവുന്ന കാര്യം. പ്രായോഗിക രാഷ്ട്രീയത്തിൻ്റെ ആ ഉള്ളറകളിൽ
ഇങ്ങനെയുള്ള പലതും നടക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് നിന്ന് ഒരു രാഷ്ട്രീയ പാർട്ടിയും അത്ര വിശുദ്ധരൊന്നുമല്ല. ഈ കുളിമുറിയിൽ ഏതാണ്ട് എല്ലാവരും നഗ്നരാണ്. അതൊരു വാസ്തവമാണ്. അത് നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. കാര്യം ഓരോ സമയത്തെടുക്കുന്ന നിലപാടുകൾ, ഇപ്പം പിണറായി വിജയന് ഇയാളെ ഇഷ്ടമല്ല, ഇയാളെ പെടുത്താൻ ശ്രമിച്ചിട്ടുള്ള ആളാണ്. പക്ഷേ ഇപ്പോൾ ഇയാളെ കൊണ്ട് ഇങ്ങനെ ഈ ഇലക്ഷൻ്റെ പ്രചരണത്തിൻ്റെ മൂർധന്യത്തിൽ ഇയാളെ കൊണ്ട് ഇങ്ങനൊരു ബോംബിടിയിച്ചാൽ അത് പത്തനംതിട്ടയിൽ നമുക്കൊരു ഗുണം ചെയ്യും. തൽക്കാലത്തേക്ക് അത് കഴിഞ്ഞെടുത്ത് കളയാവുന്നേ. അല്ല, അതൊരു മണ്ടത്തരമാണ്. അങ്ങനെ ഒരു നീക്കം നടത്തും. ഷാബു പ്രസാദ് ഇപ്പോ ജയസാധ്യത കുറഞ്ഞ ഒരു അനിൽ ആന്റണിയെയോ മണ്ടത്തരത്തിന്റെ ഫലമാണ് ഇപ്പൊ അനുഭവിക്കുന്നത്. അല്ല, ഈ ജയസാധ്യത കുറഞ്ഞ ശോഭാ സുരേന്ദ്രനെതിരെയോ അനിൽ ആന്റണിക്കെതിരെയോ നന്ദകുമാർ എന്ന ആയുധം പ്രയോഗിക്കേണ്ട കാര്യമുണ്ടോ? ഈ തെരഞ്ഞെടുപ്പിലെ ഇടതുപക്ഷത്തിന്റെ ഫോക്കൽ പോയിന്റ് എന്തായിരുന്നു? ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ഏറ്റവും കൂടുതൽ പ്രചരണം നടത്തിയത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? CAA, ന്യൂനപക്ഷ സംരക്ഷണം, ഞങ്ങളാണ് മുസ്ലിം ന്യൂനപക്ഷകരുടെ സംരക്ഷകർ എന്നുള്ളതായിരുന്നു ഈ തെരഞ്ഞെടുപ്പിലെ ഇടതു മുന്നണിയുടെ സെൻട്രൽ ഐഡിയ. ഈ ഐഡിയയിലാണ് അവർ തെരഞ്ഞെടുപ്പ് മുഴുവൻ ക്യാമ്പയിൻ ചെയ്തത്. അങ്ങനെയുള്ള ഒരു തെരഞ്ഞെടുപ്പിന്റെ അവസാനത്തെ ദിവസം ഇതിന് കൺവീനർ BJP-യിൽ പോകാൻ വേണ്ടി ചർച്ച നടത്തി എന്ന് പറഞ്ഞാൽ അവർ ഇത്രയും കാലം ഇങ്ങനെ കൊണ്ടുവന്ന വെള്ളം ആ കുട മുഴുവൻ അവസാന നിമിഷം ഇട്ട് പൊട്ടിക്കലല്ലേ? എന്തൊരു മണ്ടത്തരമാണത്. അതെ, അവസാനത്തെ ദിവസത്തിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. അനിൽ ആന്റണിയിലൂടെ AK ആന്റണിയിലേക്കും AK ആന്റണിയിലൂടെ കോൺഗ്രസിനെയും ലക്ഷ്യം വെച്ചുകൊണ്ട് ഇറക്കിയ ആ നമ്പറായിരുന്നു അത്. അവിടെ നിന്നാണ് അത് ഈ നന്ദകുമാറിൻ്റെ ഈ വൃത്തികെട്ട നാവ് കാരണം ഇവരുടെ കയ്യിൽ നിന്ന് സാധനം പോയിന്ന്. അവിടെ നിന്നാണ് ശോഭാ സുരേന്ദ്രനിലേക്കും നിന്ന് EP ജയരാജനിലേക്കും അവസാനം ഈ ഇലക്ഷൻ്റെ തലേ ദിവസമുള്ള ഈ വെളിപ്പെടുത്തലിലേക്കും ഇലക്ഷൻ്റെ അന്നത്തെ ബോംബിലേക്കും എത്തിയത്. ഈ നന്ദകുമാർ ഈ പണി ചെയ്യും. അതായത് അതേസമയം നന്ദകുമാർ അനിൽ ആന്റണിയിൽ മാത്രം ഒതുങ്ങി അത് മാത്രമായിരുന്നു ഉദ്ദേശിച്ചത്. അനിൽ ആന്റണിയിലൂടെ AK ആന്റണിയിലൂടെ കോൺഗ്രസ്, അങ്ങനെയുള്ള ആ ഒരു കറക്റ്റ് അവർ വരച്ചു കൊടുത്ത ട്രാക്കിൽ കൂടെ ഈ നന്ദകുമാർ പോയിരുന്നു എങ്കിൽ ഒരുപക്ഷെ ഇങ്ങനെ ആയിരിക്കില്ല ഈ ചർച്ചകൾ പോവുക. പക്ഷെ സംഭവിച്ച അതല്ല. ഈ വൃത്തികെട്ടവൻ്റെ നാക്ക് ഈ കൂടെ ഈ ഉള്ള സാധനങ്ങൾ മുഴുവനും ഇവൻ്റെ ഉള്ളതും ഇല്ലാത്തതും എല്ലാം കൂടെ പുറത്തു വന്ന് അവസാനം ഇവരെ കെട്ടിയെടുത്തോണ്ട് വന്ന ഇവര് പെട്ടു. അവര് മണ്ടത്തരം കാണിച്ചു. ഇപ്പോൾ ഈ കിടന്നു കളിക്കുന്നത് ഇല്ലാന്ന് തോന്നുന്നു. ഓക്കെ, താങ്കൾ പറഞ്ഞോളൂ. അപ്പം ഇതാണ് സംഭവിച്ചത്. ശരി, അതാണ് സംഭവിച്ചത്. ഇനി EP ജയരാജനെ ഒറ്റ കാര്യം കൂടി EP ജയരാജനെ തൊടാൻ ഇവർക്ക് കഴിയില്ല. EP ജയരാജനെ തൊടാൻ കഴിയില്ല. ഒരു കാര്യം ഞാൻ പറയട്ടെ, MV രാഘവനെ ഇവരെന്ത് പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയതിനാണ് പുറത്താക്കിയത്? എന്നിട്ട് നാട് നീളെ ഓടിച്ചിട്ട് വേട്ടയാടിയത്? പാർട്ടിക്കുള്ളിൽ തന്നെ EMS അദ്ദേഹം പറഞ്ഞാണ്, EMSന്റെ അറിവോടുകൂടി തന്നെയായിരുന്നു ഒരു ബദൽ രേഖ തയ്യാറാക്കിയതിനാണ്. അല്ലാതെ അദ്ദേഹം പുറത്ത് പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തുകയോ BJP-കാരോടോ കോൺഗ്രസ്സുകാരോടോ ചർച്ച നടത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്തതിന് പോലും പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ചരിത്രം ഇവർക്കുണ്ട്. ഈ KR ഗൗരിയമ്മയെ ഇവരെങ്ങനെയാണ് ചെയ്തത്? എത്ര ഉന്നത തലത്തിലുള്ള നേതാവായിരുന്നു? അങ്ങനെയൊക്കെയുള്ള പാർട്ടിക്ക് ഇത്ര ഗുരുതരമായ ഒരു ആരോപണത്തിന് കാരണമായ പാർട്ടിയെ നാണം കെടുത്തിയ EP ജയരാജനെ തൊടാൻ അവർക്ക് കഴിയില്ല. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ട് തൊടാൻ കഴിയുന്നില്ല എന്ന ചോദ്യമാണ്. ശരി, അത് എനിക്ക് തോന്നുന്നു ശ്രീ റെജി ലൂക്കോസ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ തെരഞ്ഞെടുപ്പിൽ ഉറക്കമൊഴിച്ച് പോസ്റ്റർ ഒട്ടിക്കാനും ബാനർ എഴുതാനും ഒക്കെ പോയ പ്രവർത്തകരും ചോദിക്കുന്നുണ്ടാവില്ലേ? തിരഞ്ഞെടുപ്പിന്റെ അന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി CPIM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ പറയുകയാണ്, LDF കൺവീനർക്ക് ജാഗ്രത കുറവുണ്ടായി. അദ്ദേഹത്തെക്കുറിച്ച് മുൻപും അങ്ങനെയുള്ള ആക്ഷേപങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അദ്ദേഹം കൂട്ടുകെട്ടിൽ ശ്രദ്ധ പുലർത്തുന്ന ആളല്ല. ശിവനോട് പാപി ചേർന്നാൽ ശിവനും പാപിയായിടും എന്നുള്ളതാണ് അവസ്ഥ. ഉറക്കപ്പായിൽ നിന്ന് എണീക്കുമ്പോൾ തന്നെ ഇന്ന് ആരെ വഞ്ചിക്കണം എന്ന് ചിന്തിക്കുന്ന ആളുകളുടെ കൂടെ പോയി ചേർന്നു എന്ന് പറഞ്ഞാൽ ഒരു കുറ്റപത്രം വായിക്കുകയാണ്. അപ്പോൾ തിരഞ്ഞെടുപ്പിൻ്റെ അന്ന് പരസ്യമായി പിണറായി വിജയൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും അതിന് തൊട്ടടുത്ത ദിവസങ്ങളിൽ ചേരുന്ന CPIM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിനോ മറ്റ് നേതൃസമിതികൾക്കോ ഒരു നടപടിയും എടുക്കാൻ കഴിയുന്നില്ല എങ്കിൽ ഇവിടെ ഇപ്പോൾ ശ്രീ ഷാബു പ്രസാദ് പറയുന്നത് പോലെ തൊടാൻ പറ്റില്ല EP ജയരാജനെ എന്ന് ജനങ്ങൾ വിശ്വസിക്കേണ്ടി വരും. അല്ല, അവിടെയാണ് മറുപടി ഇറക്കിയിരിക്കുന്ന ചോദ്യം. അതായത് EP ജയരാജനെ തൊടാൻ പറ്റത്തില്ല എന്നുള്ള ബഹുമാനപ്പെട്ട ഷാബു പ്രസാദിൻ്റെ രസകരമായിട്ടുള്ള മറുപടിക്ക്
അഭിലാഷ് അത് വെച്ചുകൊണ്ട് എന്നോട് ചോദ്യം ചോദിക്കുക. ഞാൻ അങ്ങനെയാണ് ഒരു കാര്യം ചോദിക്കട്ടെ. മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്ന് രാവിലെ ഏതാണ്ട് ഒരു 8-8:15 മാധ്യമപ്രവർത്തകരോട് അദ്ദേഹം പിണറായിയിലെ പോളിംഗ് ബൂത്തിൽ വെച്ചിട്ട് പോളിംഗിന് ശേഷമാണ് പറഞ്ഞത് ഇ പി ജയരാജൻ്റെ ഭാഗത്ത് ജാഗ്രത കുറവുണ്ടായി. അദ്ദേഹം സൗഹാർദ്ദം സംരക്ഷിക്കുന്നതിലും കാത്തു സൂക്ഷിക്കുന്നതിലും മിടുക്കനാണ്. അത് അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയാണ്. അദ്ദേഹം കുറച്ചുകൂടെ ജാഗ്രത കാണിക്കേണ്ടതായിരുന്നു. പാവി ചെന്ന് ചേർന്നാൽ ശിവനായാലും പാവിയായി പോവും എന്ന് അദ്ദേഹം അങ്ങനെ പറയാനുള്ള വോട്ടെടുപ്പാണെങ്കിൽ പോലും അത് പറയാനുള്ള ആർജവമുള്ള ഒരു നേതൃത്വം CPM അല്ലാതെ കേരളത്തിൽ ഇന്ത്യയിൽ വേറെ ഏതെങ്കിലും പാർട്ടിക്കുണ്ടോ? അവിടെയാണ് ഇപ്പോൾ ഞാൻ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞത്. ഇതൊരു ചായക്കോപ്പല കൊടുങ്കാറ്റ് മാത്രമല്ല, ഏത് വമ്പൻ ഓഫറുമായിട്ട് ഏതെങ്കിലും ഒരു CPM പ്രവർത്തകൻ്റെ അടുക്കൽ രഹസ്യമായിട്ടോ തലയിൽ മുണ്ടിട്ടുകൊണ്ട് ഏതെങ്കിലും BJP-കാരൻ ചെന്നാൽ അവനെ വീഴിക്കാൻ കഴിയില്ലെന്നുള്ള ഏറ്റവും വലിയ തെളിവാണ് ഇന്ന് കേരളം തെളിയിച്ചിരിക്കുന്നത്. അതാണ് അങ്ങനെ ഈ BJP-കാരൊക്കെ തലയിൽ മുണ്ടിട്ട് നേരെ കൃത്യമായിട്ട് ഇ പി ജയരാജന്റെ വീട്ടിൽ തന്നെ കയറുന്നത് എന്താണേ? ആ ചോദ്യത്തിന് മറുപടി പറയാൻ നേരത്തെ എന്നെ അനുവദിച്ചില്ല. അതിലേക്ക് മറുപടി പറയാനായിട്ടാണ് ഇപ്പൊ ഞാനിപ്പോൾ തയ്യാറായിരിക്കുന്നത്. അല്ല, ഇത് കേട്ടോ, അതായത് അഭിലാഷ് അറിയാമല്ലോ എത്ര മിടുക്കനായ ഒരു മാധ്യമപ്രവർത്തനം അഭിലാഷ്. നമ്മൾ എത്ര പ്രാവശ്യം ചർച്ച ചെയ്തിട്ടുണ്ട്. 6 മുൻ മുഖ്യമന്ത്രിമാർ ഇന്ത്യയിൽ BJP-യുടെ കൂട്ടത്തിലുണ്ട്. 110 MP-മാർ. അതിൽ ഒരാളിപ്പോൾ 2 പേരിപ്പോൾ ഇന്ത്യയിൽ മുഖ്യമന്ത്രിമാരായിട്ട് തന്നെ ഇരിപ്പുണ്ട്. കുംഭകോണവും കൊള്ളയും തട്ടിപ്പും നടത്തിയ 50,000 കോടി രൂപ വെട്ടിച്ചുവെന്ന് BJP തന്നെ ആരോപണം ഉന്നയിച്ച അജിത് പവാർ ഇന്ന് അവരുടെ കൂട്ടത്തിലാണ്. മുഗൾ റോയ്, അങ്ങനെ എത്രയോ പേരുടെ ഉദാഹരണങ്ങൾ പറയാൻ പറ്റും. താങ്കൾ പറയുന്നത് കോൺഗ്രസ്സുകാരാണ്. അപ്പൊ കോൺഗ്രസ്സുകാർക്കും തൃണമൂലുകാർക്കും ഒക്കെ പോവാമെങ്കിൽ പിന്നെ CPM-മാർക്ക് മാത്രം എന്താ പോയിക്കൂടെ? അതാണോ യുക്തി? അല്ല അഭിലാഷ, ഇതൊരു മര്യാദ കേടാ. കാരണം ഞാൻ സംസാരിച്ച് തുടങ്ങുമ്പോൾ മാത്രം, അല്ല ഇടതുപക്ഷ പ്രതിനിധി പറയുമ്പോൾ മാത്രം നിങ്ങൾ കയറി ഇടപെടുക. എന്താണ് പൂർത്തീകരിക്കുന്നതെന്ന് പോലും ജനങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടാക്കാനുള്ള നാടകമാണിത്. അതിന് നടക്കുകയില്ല. ഞാൻ പറഞ്ഞു വരുന്നതാണ്, ഹിമന്ത് ബിശ്വ ശർമ്മയ്ക്കെതിരെ ഡൽഹിയിൽ 12 പ്രാവശ്യം സമരം നടത്തിയവരാണ് ഈ BJP-കാർ. കോടികൾ തട്ടിപ്പെടുത്തതിന്റെ പേരിൽ ശർമ്മയുടെ കാര്യമൊക്കെ ലോകത്തെല്ലാവർക്കും അറിയാം. നമ്മൾ 250 തവണ ഇതേ ചർച്ച ചെയ്തിട്ടുണ്ട്. ഹിമന്ത ബിശ്വ ശർമ്മ പോയതൊക്കെ എത്ര കാലം മുമ്പ് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുണ്ട്. ഹിമന്ത ബിശ്വ ശർമ്മയോ അശോക് ചവാനോ ഒക്കെ പോട്ടെ, നമ്മൾ ഒരുപാട് തവണ ചർച്ച ചെയ്തിട്ടുണ്ട്. അവർക്ക് അതിനുള്ള കാരണങ്ങളുണ്ട്. BJP ചാക്കിട്ട് പിടിച്ചു കൊണ്ടുപോയതാണ്. എന്റെ ചോദ്യം, ഇവിടെ ചാക്ക് തലയിൽ മുണ്ടിട്ടിട്ട് പ്രഭാരി എന്തിനാണ് കറക്റ്റ് ഗൂഗിൾ മാപ്പ് ഇട്ട് LDF കൺവീനറുടെ വീട്ടിൽ മാത്രം പോകുന്നത് എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഹിമന്ത ബിശ്വ ശർമ്മയുടെ കാര്യമൊക്കെ നമ്മൾ 6 കൊല്ലമായിട്ട് ചർച്ച ചെയ്യല്ലേ? അത് തന്നെയാ അതിനുള്ള മറുപടിയാണ് ഞാൻ പറഞ്ഞത്. അതിനുള്ള മറുപടി എന്നെ കൊണ്ട് പറയിപ്പിക്കല്ലേ. നിങ്ങളുടെ അജണ്ട അടിച്ചേൽപ്പിക്കാൻ വിദ്വാൻമാരെ ഭീഷണിപ്പെടുത്തുകയും തല്ലും തലോടലും കൊടുത്ത് അല്ല അദ്ദേഹം പറഞ്ഞേ, അങ്ങനെയുള്ള BJP നേതൃത്വം ഇ പി ജയരാജന്റെ വീട്ടിൽ ക്ഷണിക്കപ്പെടാതെ കണ്ട് നാണമില്ലാതെ കണ്ട് പട്ടാപ്പകൽ കയറി ചെല്ലാൻ മടിക്കുന്നവരല്ല അവര്. ഒരു തർക്കമില്ല. അതല്ലേ അദ്ദേഹം തുറന്നു പറഞ്ഞത്. എൻ്റെ വീട്ടിൽ വന്നു, നന്ദകുമാർ ഉണ്ടായിരുന്നു, എന്നോട് പറഞ്ഞു ചില കാര്യങ്ങൾ. അത് അദ്ദേഹം തുറന്നു പറഞ്ഞു. ഞാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഉണ്ടോ, ചായ കുടിക്കണോ, ഞാനൊരു പരിപാടിക്ക് ഒരു മീറ്റിങ്ങിന് പോവാണെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയി വിതിൻ 4 minutes. അത് തുറന്നു പറഞ്ഞപ്പോൾ നിങ്ങൾ എന്താണ് വ്യാഖ്യാനിച്ചത്? അവിടെ ഏതാണ്ട് ഒരു ബ്രോക്കറുടെ പണിയാണ് EP നടത്തുന്നത്. EP ജയരാജൻ ഡൽഹി ചെന്ന് അവസാന ഘട്ടം വരെ പൂർത്തീകരിച്ച് ചർച്ച BJP-ക്കാരായിട്ട് ഇപ്പോൾ പച്ച വെളിച്ചം പോലെ തെളിഞ്ഞില്ലേ? ഇവിടെ ബഹുമാനപ്പെട്ട ചേക്കോട്ടി സാറ് പറഞ്ഞില്ലേ, കേരളത്തിൽ ആരെങ്കിലും വിശ്വസിക്കുമോ? കേരളത്തിലെ കൺവീനറായിട്ടിരിക്കുന്ന LDF-ന് കൺവീനറായിരിക്കുന്ന ഒരാൾ CPM-ന് ഏറ്റവും മുതിർന്ന ബോഡി എന്ന് പറയുന്നത് സംഘടനാത്തിൽ കേന്ദ്ര നേതൃത്വം തന്നെയാണ്. PB എന്ന് പറയുന്ന ഒരു എക്സ്റ്റൻഷൻ ആണത്. അവിടെ വരെ ഇരിക്കുന്ന ഒരു വ്യക്തി ഈ BJP-യുടെ അഴുക്ക് പിടിച്ച് BJP പോയി ഏതെങ്കിലും മൂലയെ പോയി കുത്തിയിരിക്കാൻ സാമാന്യ ബുദ്ധിമുട്ടുള്ള ആരെങ്കിലും തയ്യാറാവോ? അത് തന്നെയാണ് ബഹുമാനപ്പെട്ട EP ചോദിച്ചത്. മുന്നിൽ നിർത്തി വേട്ടയാടാൻ ശ്രമിക്കുന്നത് എന്തിനാ? പാബിയോട് പോയി ചേർന്ന് പാബിയായി എന്ന് പിണറായി വിജയൻ ശരിയാ. പാപി ആയി എന്നല്ല പറഞ്ഞ, പാപി ആയി പോകുന്ന പറഞ്ഞു. അതാണ് വാക്ക്, ഈ അക്ഷരങ്ങൾ മാറ്റിയുള്ള പ്രശ്നം. അദ്ദേഹം പറഞ്ഞു കറക്റ്റാ, ശ്രദ്ധിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് 100% കറക്റ്റാണ്. സെക്രട്ടേറിയറ്റ് അദ്ദേഹത്തിന് വേറൊരു ചോദ്യം നിൽക്കൂ. സംസ്ഥാന അങ്ങനെയൊക്കെ പറയാതെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് EP ജയരാജനോട് നിയമപരമായി നടപടി സ്വീകരിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാതെ ചുമ്മാ വെള്ളം പൂശല്ലേ ഇത്. ഇനി EP ജയരാജൻ എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട സഖാവ് അതിന് തയ്യാറായി മുന്നോട്ട് വരും.
അതാണ് പറഞ്ഞത്. അത് എടുക്കാനാണ് ചങ്കൂറ്റി ഈ പാർട്ടികളെന്ന് പറഞ്ഞത്. നിങ്ങൾ ലക്ഷ്യം വെച്ചത് എന്താ? EP ജയരാജൻ നിങ്ങൾ ലക്ഷ്യം വെച്ചത് പാളിപ്പോയി. EP ജയരാജനെ താക്കീത് കൊടുക്കും, LDF കൺവീനർ സ്ഥാനത്ത് മാറ്റും, അങ്ങനെ CPM 3-4 ദിവസത്തോടെ കൂടി നിങ്ങൾക്ക് തൊലി ഉരിഞ്ഞ് ചർച്ച ചെയ്യാം. അതെല്ലാം പൊളിഞ്ഞു തകർന്നു പോയി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ അഭിലാഷേ, കേരളത്തിന്റെ ചരിത്രത്തിൽ നിങ്ങൾ എത്രയോ തവണ ഈ പാർട്ടിയെ നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ഈ ടേപ്പ് റെക്കോർഡറിൽ കാസറ്റ് പാടുന്നവരാണ്. ആരെന്തിനു നശിപ്പിക്കാൻ ശ്രമിച്ചു? ശരി, ശ്രീ N. ശ്രീകുമാർ, ഞങ്ങൾ ആർജവത്തോടു കൂടി ഒരു BJP-കാരൻ വന്നപ്പോ പറ്റില്ല എന്ന് പറഞ്ഞു എന്നുള്ളതാണ് വാദം പോട്ടെ. EP ജയരാജനോട് നിയമ നടപടി സ്വീകരിക്കാൻ CPIM ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതായത് ശോഭാ സുരേന്ദ്രനെതിരെ EP ജയരാജൻ ഉടൻ നിയമ നടപടികൾ സ്വീകരിക്കും. ഈ ആരോപണം തെളിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അദ്ദേഹം ഡിഫമേഷൻ സ്യൂട്ട് കൊടുക്കും. അതൊരു ശരിയായ രീതിയിൽ തെറ്റായ ഒരു ആരോപണം ഉന്നയിച്ചാൽ ആർക്കും എന്നും പറയാൻ പാടില്ലല്ലോ. തെറ്റായ ആരോപണം ഉന്നയിച്ചാൽ അതിന് കർശനമായ നിയമ നടപടി സ്വീകരിക്കുക എന്നുള്ളത് ശരിയായ ഒരു നീക്കമല്ലേ? MP ഗോവിന്ദൻ സ്വപ്ന സുരേഷിനെതിരെ അത് ചെയ്തിരുന്നു. അല്ല അഭിലാഷ്, ഇതിൽ നിയമ നടപടി സ്വീകരിക്കുക എന്നുള്ള അല്ലല്ലോ കാര്യം. ഇതിലത്തെ രാഷ്ട്രീയം എന്താണ്? BJP-യുടെ കേരളത്തിൻ്റെ ചുമതലയുള്ള പ്രഭാരിയായ പ്രകാശ് ജാവ്ദേക്കർ LDF കൺവീനറായ കേന്ദ്ര കമ്മിറ്റി അംഗം CPM-ൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗത്തെ പോയി കാണുന്നു. അത് കുറേ കാലത്തേക്ക് മറച്ചു വയ്ക്കുകയും അവസാനം അത് പുറത്താവുകയും ചെയ്യുന്നു. പാർട്ടി സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നു, അതിൽ ഒരു തീരുമാനമെടുക്കുന്നില്ല. അതായത് പാർട്ടി പ്രവർത്തകരോട് ഇവരെന്ത് പറഞ്ഞു? CPM നിങ്ങൾക്ക് നാളെ വേറൊരു CPM നേതാവിനെ ഒരു പ്രഭാരിയായിട്ട് ചർച്ച ചെയ്താൽ ഇതാണോ സ്ഥിതി? അപ്പോൾ BJP നേതാക്കളുമായിട്ട് CPM നേതാക്കൾക്ക് ചർച്ച ചെയ്യാം എന്നാണ് പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. ഇത് എവിടുത്തെ നയമാണ്? ഒരു CPM-ൻ്റെ നേതാവ് BJP നേതാവുമായിട്ട് എന്തിന് ചർച്ച നടത്തിയെന്ന് ജനം അറിയട്ടെ. അതറിയില്ല. കാരണം ജാഗ്രത കുറവുണ്ടായെന്നുള്ള പഴകി തേഞ്ഞ പദമൊക്കെ ഉപയോഗിക്കുന്നു. അതൊക്കെ ശരി തന്നെ. ഞാൻ ചോദിക്കുന്നത്, ഒരു CPM നേതാവ് ഒരു BJP നേതാവുമായിട്ട് ചർച്ച നടത്തിയത് എന്തിനാണ് എന്ന് പാർട്ടിക്ക് വിശദീകരിക്കാൻ കഴിയുന്നില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഈ കേരള ഘടകത്തെ തള്ളിക്കളഞ്ഞില്ലേ? അതേ എന്താ പറഞ്ഞത്? കേന്ദ്ര കമ്മിറ്റി അംഗം BJP നേതാവിനെ കണ്ടതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അത് കേരളത്തിൽ തീരുമാനിക്കുന്നതാണ് പറഞ്ഞത്. കേരളത്തിലാണോ തീരുമാനിക്കേണ്ടത്? അങ്ങനെയെങ്കിൽ കേരളത്തിലെ CPM വേറെയാണ്. കാരണം ദേശീയ തലത്തിൽ CPM-നെതിരെ മത്സരിക്കുന്ന മുന്നണിയുടെ നേതാവാണ് സീതാറാം യെച്ചൂരി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിനവർ ഉത്തരം പറയണ്ടേ? പിന്നെ BJP-യുടെ മുഖപത്രമായ ജന്മഭൂമിയിൽ ഇന്നൊരു എഡിറ്റോറിയലുണ്ട്, ഒരു മുഖപ്രസംഗമുണ്ട്. ആ മുഖപ്രസംഗത്തിൽ അവർ കോൺഗ്രസിനെയാണ് പഴിക്കുന്നത്. BJP-യും CPI-യും തമ്മിലുള്ള ചർച്ചയെ അല്ല. അങ്ങനെ ചർച്ച ചെയ്തതിൽ എന്താ തെറ്റെന്നാണ് BJP-യുടെ മുഖപത്രം ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ നാട്ടിൽ CPM ഇത്രയും കാലം പറയുന്നതിന്, അഭിലാഷ് ഒരു മിനിറ്റ്, പറയുന്നതിന് ഒരു ഉത്തരം കാണിച്ചു കൊടുക്കണ്ടേ? വിശ്വാസയോഗ്യമായിട്ട് ഇവരെന്താ പറയുക? അതായത് ഇവരുടെ പുരോഗമന ചിന്താഗതിയെക്കുറിച്ചും ഇവരുടെ താത്വികാചാര്യന്മാരൊക്കെ നാളെ ഈ BJP, RSS, CPM ആ ചർച്ചയുണ്ടല്ലോ അതിങ്ങനെ നിലനിൽക്കും. അപ്പോൾ ഇവർക്ക് നാളെ അതിനെ എങ്ങനെ പ്രതിരോധിക്കാൻ ചർച്ചയിലേക്ക് NP ചെക്കുട്ടി, CPM അതിന്റെ മുഖ്യ രാഷ്ട്രീയ നയമായി കാണുന്നത് ഈ BJP വിരുദ്ധതയാണ്. കോൺഗ്രസ്സുകാർ നാളെ BJP ആകും എന്നുള്ളതാണ് അവരുടെ മുഖ്യ ക്യാമ്പയിൻ വിഷയം. ഐ വിൽ ഗോ വിത്ത് BJP എന്ന് പറഞ്ഞ ആളാണ് KPCC പ്രസിഡന്റ് എന്നുള്ളതാണ് അവരുടെ ആവർത്തിക്കുന്ന പ്രചാരണ വാചകം. അങ്ങനെയൊക്കെ ഇരിക്കെ LDF-ന്റെ ഒരു പ്രധാനപ്പെട്ട നേതാവ്, കൺവീനർ തന്നെ ഇങ്ങനൊരു ചർച്ച നടത്തിയെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കൂട്ടത്തിലും വൾണറബിൾ ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവും എന്നൊരു സന്ദേശം അത് ജനങ്ങൾക്ക് കൊടുക്കലല്ലേ? അക്കാര്യത്തിൽ നടപടിയെടുക്കാൻ കഴിയാതെ വരുന്നത് ഈ പറയുന്നത് പോലെയുള്ള BJP വിരുദ്ധതയിലൊന്നും വലിയ കാര്യമില്ല എന്നൊരു മെസ്സേജ് ആവില്ലേ കൊടുക്കുക? അല്ല, അങ്ങനെയല്ല സംഭവിച്ചത് എന്താണ്? EP ജയരാജൻ ജാവദേക്കർ അന്വേഷിച്ചിട്ട് എവിടെയും പോയിട്ടില്ല. ഞാൻ CPM-നെ സാധാരണ വിമർശിക്കുന്ന ഒരാളാണ്. പക്ഷേ വസ്തുതകളായിട്ട് നമ്മൾ കാണണ്ടേ? എന്താ സംഭവിച്ചിരിക്കുന്നത്? ഒരു ബ്രോക്കറേയും കൂട്ടി, ഒരു പവർ ബ്രോക്കറേയും കൂട്ടി ജാവദേക്കർ എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വരികയാണ്. സത്യത്തിൽ ജാവദേക്കറാണ് ഈ കാര്യത്തിൽ ഒരു മാന്യമായിട്ട് പൊസിഷൻ എടുക്കേണ്ടത്. അദ്ദേഹം ഒരു ദേശീയ പാർട്ടിയുടെ പ്രധാനപ്പെട്ട പദവിയിലിരിക്കുന്ന ആളല്ലേ. എന്തിനാണ് അദ്ദേഹം EP ജയരാജനെ കാണാൻ വന്നത്? അദ്ദേഹം എന്തെങ്കിലും വിശദീകരിക്കണ്ടേ? അതല്ലാണ്ട് ഒരു കേരളത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവിനെ അനാവശ്യമായിട്ടുള്ള വിവാദത്തിൽ കൊടുത്തി അദ്ദേഹത്തെ അപമാനിക്കുന്നതിൽ എന്ത് കാര്യമുള്ളത്? ഇതൊരു ശരിയായ രീതിയാണോ? BJP ആയാലും ശരി, ആരായാലും ശരി, പൊതുസമൂഹത്തിൽ ഇരിക്കുന്ന ആളോട് മാന്യമായിട്ട് പെരുമാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തിനാണ് ജാവദേക്കർ വന്നത്? അത് ജാവദേക്കർ വിശദീകരിക്കണം. അപ്പോൾ അതല്ലാതെ ജയരാജൻ അങ്ങോരെ അന്വേഷിച്ച് അവിടെ പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് അറിഞ്ഞൂടെ ഡൽഹിയിൽ ഏതോ ഹോട്ടലിൽ പോയിട്ട് മറ്റേ ആളെ കാണാൻ പറ്റും. ഇതൊക്കെ പറയാന്നല്ല, ഈ പറയുന്ന ആളുകളുടെ ക്രെഡിബിലിറ്റി എനിക്കത് വിശ്വാസമില്ല. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ നമ്മൾ കുറേ
കൂടി ജാഗ്രതയോടുകൂടി പെരുമാറണം. ഒരു രാഷ്ട്രീയ കക്ഷിയെ സംബന്ധിച്ചത് CPM ആയാലും ശരി, കോൺഗ്രസ് ആയാലും ശരി, BJP ആയാലും ശരി, അവരെടുക്കുന്ന നിലപാടുകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ നടപടി എടുക്കേണ്ടത് അല്ലെങ്കിൽ സമീപനം എടുക്കേണ്ടത്. ഒരിക്കൽ പോലും BJPയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളിൽ ജയരാജൻ BJPയുടെ മുമ്പിൽ മുട്ടുമടക്കിയെന്നോ BJPയിൽ ചേരാൻ പോയെന്നോ ഞാൻ വിശ്വസിക്കില്ല. എനിക്ക് അയാളെ 79-80 കാലം മുതൽ അറിയാം. ഒരുപാട് ത്യാഗങ്ങൾ അദ്ദേഹം സഹിച്ചിട്ടുണ്ട്. അതുകൂടി മനസ്സിലാക്കി കൊണ്ടുവേണം ഈ നിലപാട് എടുക്കാൻ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി, അതിനൊരു താങ്കളുടെ അഭിപ്രായം കൂടി ശ്രീ ഷാബു പ്രസാദ്. പ്രകാശ് ജാവ്ദേക്കർ ഇക്കാര്യത്തിൽ ഈ കാര്യങ്ങളിൽ വ്യക്തത വരുത്തേണ്ടതാണോ? അഭിലാഷേ, ഇതേപോലെ ഈ കർട്ടന് പിന്നിൽ നടക്കുന്ന രാഷ്ട്രീയ ചർച്ചകൾ ഇങ്ങനെ ഒരു പൊതുവേദിയിലേക്ക് ഈ രീതിയിലുള്ളൊരു അവസ്ഥയിലേക്ക് വരുന്നത് വളരെ ആദ്യമായി എൻ്റെ അറിവിൽ വേറെ സംഭവിച്ചിട്ടില്ല. അത് ഈ CPMൻ്റെ ആ ഒരു ബുദ്ധിമോശം കൊണ്ട് തന്നെ ഈ നന്ദകുമാറിനെ ഉപയോഗിച്ച് കളിച്ച ആ കളി കൊണ്ട് തന്നെ സംഭവിച്ചതാണിത്. ഇങ്ങനെ ഒരുപാട് ചർച്ചകൾ, ഒരുപാട് കാര്യങ്ങൾ, നീക്കുപോക്കുകൾ, അത് ചിലത് വിജയിച്ചു എന്ന് വരും, ചിലത് പരാജയപ്പെട്ടു എന്ന് വരും. ഇതൊക്കെ രാഷ്ട്രീയ പരീക്ഷണങ്ങളാണ്. ഇതൊക്കെ നടക്കുന്നുണ്ട്. അത് ഇങ്ങനെ പൊതുരംഗത്ത് ചർച്ച ചെയ്യുക എന്ന് പറയുന്നത് അത് ഞാൻ കാര്യം അത് ശരിയായൊരു കാര്യമല്ല. കുഴിച്ച കുഴിയിൽ അവർ ചെന്ന് BJPയുടെ മുൻ കേന്ദ്രമന്ത്രിയും കേരളത്തിന്റെ പ്രഭാരിയും ഇന്ത്യയിൽ അറിയപ്പെടുന്ന BJP നേതാവായ പ്രകാശ് ജാവ്ദേക്കർക്ക് ഇതെല്ലാം നന്ദകുമാറുമായിട്ട് എന്താണ് ഇടപാട്? നിങ്ങളെന്താ അത് ചർച്ച ചെയ്യപ്പെടാത്ത? ഈ ദല്ലാൽ നന്ദകുമാറിനെ കരുവാക്കി അല്ലെങ്കിൽ അയാളെ മുന്നിൽ നിർത്തിക്കൊണ്ട് ബ്രോക്കറെ മുന്നിൽ നിർത്തിക്കൊണ്ട് EP ജയരാജന്റെ വീട്ടിൽ വലിയ ചെല്ലുന്നത് മാത്രം എന്താ നിങ്ങൾ ചർച്ച ചെയ്യുന്നത്? അല്ല, അതിനൊരു മറുപടി പറഞ്ഞേ. ചർച്ച ചെയ്യുന്നില്ല. അതല്ലേ ഇവിടെ യഥാർത്ഥത്തിൽ കാര്യം. എന്തൊക്കെയാണ് ബന്ധം, എന്തൊക്കെയാണ് തിരശ്ശീലയ്ക്ക് പിറകിൽ നടക്കുന്നത്, എല്ലാം പുറത്തു വരട്ടെ. വരുന്നത് അനുസരിച്ച് വളരെ നന്ദി എല്ലാവർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു. നമസ്കാരം.